പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ സുനി ഐക്കാട്ട് അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം അരോമ ടിവിയുടെ ഒരു പ്രേക്ഷകൻ കൂടിയാണ്. ഇന്ന് നമ്മോടൊപ്പം ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അനേക ആത്മീയ ശുശ്രൂഷകൾ ദൈവജനവുമായി പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകിയാൽ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോടെ അവസാനം വരെ ഈ സന്ദേശങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനി ഐക്കാട്ട് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് ദൈവദാസനെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. അധികമൊന്നും ദേവദാസനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. എങ്കിലും ദേവദാസനെ ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. IPC ശാലയും സഭയുള്ള ബന്ധത്തിലാണ് ഞാൻ മെമ്പർഷിപ്പ്. പൊതു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 22 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കും. കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എനിക്ക് വിവാഹം കഴിച്ച് 3 കുഞ്ഞുങ്ങളുണ്ട്. വൈഫിന്റെ പേര് നിസി എന്നാണ്. ഒരു മൂലമറ്റം സ്വദേശിയാണ്. അവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എനിക്ക് കൂടാതെ 2 സഹോദരന്മാരും ഒരു പെങ്ങളുമുണ്ട്. ഒരു സഹോദരൻ മൂവാറ്റുപുഴ നെല്ലാട് IPC ചർച്ചിന്റെ പാസ്റ്ററാണ്. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ 2002 കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. അമ്മ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഫാദർ നേരത്തെ തന്നെ മരിച്ചു പോയായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനും കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ നന്ദി പറയുവാനും അവസരങ്ങളുണ്ട്. ആകിയാൽ തുടർന്ന് കർത്താവിന്റെ ദാസൻ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനേകർക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്ന അരോമ ടിവിയിൽ കൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ, ദൈവം തന്ന സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഡാനിയൽ ജോണിനോടും തൻ്റെ കുടുംബത്തോടുമുള്ള നന്ദിയെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. സർവോപരി ഇതിനെല്ലാം അവസരം ഒരുക്കി തരുന്നത് കർത്താവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കിങ്ങനെയൊക്കെ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിലും കൂടെയും നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതുപോലെ തന്നെ ഈ അരോമ ടിവിയുടെ ഉള്ളിലൂടെ അനേകരിന്ന് ദൈവത്തിന്റെ വചനവും അതുപോലെ അനേകരുടെ ജീവിതാനുഭവങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാനും പലപ്പോഴും ഈ അരോമ ടിവിയിലൂടെ അനേകരുടെ അനുഭവങ്ങൾ കേട്ട് ക്രിസ്തുവിൽ ബലപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ചാനല് ക്രിസ്തീയ ഗോളത്തിന് വലിയ അനുഗ്രഹമായി. ഇപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ 3 ചാനല്, ഈ 3 ഭാഷകളിൽ ഈ അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ ഭാഷക്കാർക്കും അനേകരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കുവാൻ ഈ ടിവിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യത്തെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ റാന്നിയിലെ യാക്കോബായ കനേനപ്പള്ളി, റാന്നിയിലെ ഒരു വലിയ പള്ളിയുണ്ട്. അവിടെയാണ് ഞങ്ങളെ ചെറുപ്പ പ്രായത്തില് ആയിരുന്നത്. ആരാധനയുള്ള ബന്ധത്തിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ഈ യഥാർത്ഥത്തിൽ സ്നാനം സ്വീകരിച്ച് ഒരു 7 വർഷം കഴിഞ്ഞ്, സ്നാനപ്പെട്ടതിന് 7 വർഷം കഴിഞ്ഞാണ് ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ 22 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണ സമയമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചെറുപ്പകാലങ്ങളിലെ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഒരു 18 ഏക്കർ സ്ഥലം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വല്യപ്പച്ചൻ വെട്ടിപ്പിടിച്ച് ഇവിടെ റാന്നിയിലെ കോട്ടയൊക്കെ കെട്ടി പ്രത്യേക രീതിയിൽ ഇവിടെ താമസിക്കുകയായിരുന്നു. ഞങ്ങൾ അത് ഭാഗോടമ്പടി ചെയ്തപ്പോൾ എൻ്റെ പിതാവിന് നല്ല ശതമാനം സ്ഥലം ലഭിച്ചു. നല്ലൊരു പശ്ചാത്തലം
എല്ലാ രീതിയിലും ഞങ്ങൾക്ക് ഭൗതികമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, മദ്യപാനത്തിന്റെ ദുരന്തം ഞങ്ങളുടെ കുടുംബത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അങ്ങനെ എൻ്റെ ഓർമ്മ വെച്ച കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് മദ്യപിച്ചിട്ട് ഭയങ്കര പ്രശ്നമാണ് ഭവനത്തിൽ. അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുകയും സഹോദരങ്ങളെയൊക്കെ വളരെ ഉപദ്രവിച്ച് പലപ്പോഴും ഞങ്ങൾ ഭവനത്തിലല്ല കിടന്നുറങ്ങിയിട്ടുള്ളത്, വീടിന്റെ പറമ്പിലും മറ്റു ഭവനങ്ങളിലും ഒക്കെയാണ് പലപ്പോഴും അഭയം പ്രാപിച്ചിട്ടുള്ളത്. ആ സമയങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തുള്ള ദൈവദാസന്മാരൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ അപ്പനെ ഉപദേശിക്കുകയും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഈ പുതുപ്പള്ളി സഭ സ്ഥാപിച്ച ഒരു എബ്രഹാം എന്ന് പറയുന്ന പാസ്റ്റർ, ഇന്ന് അമേരിക്കയല്ല, കുഞ്ഞവറാച്ച് എന്ന് പറയും, ആ ദൈവദാസൻ ഒരിക്കല് ഇവിടെ കടന്നു വന്ന് എൻ്റെ അമ്മയെ ഒരു തെങ്ങിൻതടിയുടെ ഇടയിലിട്ട് അപ്പനിങ്ങനെ ചവിട്ടിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ ദൈവദാസൻ വന്ന് പറഞ്ഞു, കുഞ്ഞോനെ നിന്റെ ഭാര്യയല്ലേ, ഒന്നും ചെയ്യലടാ. ഉടനെ അവിടെ നിന്ന് മീൻകറി വെക്കുന്ന ഒരു ചട്ടി എടുത്ത് ആ പാസ്റ്ററുടെ തലയ്ക്കിട്ട് ഒരു അടി വെച്ചു കൊടുത്തു. എന്നാ പിന്നെ തനിക്കിരിക്കട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ, എന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നെ ആ തലയുടെ ഇവിടുത്തെ പാട് കാണിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ പാട് കണ്ടു, നിന്റെ അപ്പൻ അടിച്ചതാണ്, പക്ഷേ അന്ന് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പോയത്. അതിന്റെ ഫലമായിട്ട് എനിക്ക് തോന്നുന്നു ആ ദൈവദാസന്മാരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കും ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ ഇന്ന് കർത്താവിന്റെ വേലയിലേക്ക് വരാനിടയായി. മാത്രമല്ല, മറ്റൊരു അനുഭവം കൂടെ പറഞ്ഞാല്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് വല്യപ്പച്ചനോട് ഇവിടെ അടുത്തുള്ള പെന്തക്കോസ് പാസ്റ്റർമാർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട് പഴയ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു തടി കൊണ്ടൊക്കെ ഉള്ള ഒരു പഴയ വീടാണ്. അതിനൊരു മുറ്റമുണ്ട്, വലിയ നെടുനീളത്തിലുള്ള ഒരു മുറ്റമുണ്ട്. അപ്പൊ ആ മുറ്റത്തൊരു പ്രാർത്ഥന, ഒരു കൺവെൻഷൻ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, അതിനെന്താ, സുവിശേഷം അറിയിക്കാനല്ലേ, വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂടി നടക്കുന്ന ഗനാനെ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് അപ്പച്ചനെ ചോദ്യം ചെയ്തു. ബന്ധുക്കോസുകാരെ ഒന്നും കയറ്റി ഇവിടെ പ്രാർത്ഥനയൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ അവരോട് കൈകൂപ്പി പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങളെ ശപിക്കരുത്, മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം ഈ യോഗം പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഞങ്ങൾ എവിടെ യോഗം നടത്തണമെന്ന് ദൈവദാസന്മാർ പറഞ്ഞു, അവിടെ ഇപ്പോൾ ഒരു AC ഹോളാണ്, ADC ഓഡിറ്റോറിയമാണ്. 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പാർക്കുന്നു. 3 ദിവസം മാസത്തിൽ ഒരിക്കല് ഇവിടെ വന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന് താമസിച്ച് കിടന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. തൊട്ടപ്പുറത്തായിട്ട് സ്നാനക്കുളമുണ്ട്, ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേക സ്ഥലമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്, ഡോർമെട്രികൾ ക്രമീകരിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകളെ ഇന്ന്. ഞാനിത് പെട്ടെന്ന് പറയാൻ കാര്യം, നമ്മുടെ കർത്താവിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പൗലോസിനെയൊക്കെ ഇത് എതിർത്തപ്പം രൂപാന്തരപ്പെടുത്തി ഏറ്റവും വലിയ അപ്പോസ്തലനാക്കിയ പോലെ ഇത് ശരിക്കും സത്യമാണ്. ഞങ്ങൾ ഒരിക്കലും ഈ യാക്കോബായ കനാനെ പാരമ്പര്യത്തിൽ നിന്ന് പെന്തക്കോസിലേക്ക് വരിക മാത്രമല്ല, ഒരിക്കലും ഒരു പാസ്റ്ററായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. എന്നാൽ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണ് ഇന്നിങ്ങനെ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഞാൻ അരോമ TV എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ 1995 എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് പ്രീ ഡിഗ്രി വരെ പഠിച്ച് അതിനുശേഷം മുൻപോട്ട് പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. ഫാദർ അതിനു മുമ്പേ തന്നെ മരിച്ചു. അദ്ദേഹം കുടിച്ച് ആന്തരിക അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് താൻ ലോകത്തോട് യാത്ര പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരുടെയും വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ പ്രതിസന്ധികളുണ്ടായി. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. അങ്ങനെ എൻ്റെ അമ്മയുടെ ആങ്ങളമാര് അവരുടെ മക്കളും ഒക്കെ കസ്റ്റംസ് ഇൻസ്പെക്ടർമാരായിട്ടൊക്കെ ബാംഗ്ലൂരിൽ ഉന്നതമായ പദവിയിൽ ജീവിക്കുന്നതുകൊണ്ട് അവിടെ ചെന്നാൽ എനിക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹത്തില് 1995 ഇവിടുന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരോട് ജോലിയുടെ ആവശ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബയോഡാറ്റ പ്രിന്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ബയോഡാറ്റ എല്ലാം കൊണ്ട് കൊടുത്തപ്പോൾ എന്നോട് അവർ പറഞ്ഞു, പ്രീ ഡിഗ്രി പോലും ജയിക്കാതാണോ ഇവിടെ ഗവൺമെന്റ് ജോലി അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ തുറന്നു പറയുന്നതിന്റെ കാര്യം, ഞാൻ ഇനി വേറെ കല്യാണം കഴിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും 47 വയസ്സും ഉണ്ട്. മൂത്ത മോനിപ്പം ബാംഗ്ലൂരിൽ പഠിക്കുക. അപ്പം എനിക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ 22 വർഷമായിട്ട് എന്നെ കുപ്പയിൽ നിന്ന് പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്നെ എന്തെങ്കിലും ആക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് മാധ്യമങ്ങളിലൂടെ ആയാലും ലോകത്തിനോട് വിളിച്ചറിയിച്ച് ഞങ്ങൾ കടന്നുപോയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവൻ എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ഇന്നും തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നു എന്നുള്ളതിന് ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ. 22 വർഷമായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ നിരന്തരമായി ദൈവം സഹായിക്കുന്നു.
ഇപ്പൊ പാലക്കാട് ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വന്നത്, അതിന്റെ തൊണ്ടയ്ക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ഇപ്പൊ അടുത്ത ഞങ്ങളുടെ ക്യാമ്പ് 27, 28, 29 ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അനേകർ ഇവിടെ വന്ന് സാക്ഷ്യം അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഈ കനാന സമുദായത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ഒരു പാരമ്പര്യം. അത് അവിടുന്ന് ഞങ്ങളൊക്കെ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ വേറെ വിവാഹം കഴിക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഭയങ്കര പള്ളിയിൽ നിന്നൊക്കെ മുടക്കി വലിയ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ട് ദൈവദാസന്മാരെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റുവോ സുവിശേഷം കേൾക്കാൻ ഒന്നും ഞങ്ങൾ അവസരം എടുക്കത്തില്ല, കാരണം പേടി കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബാംഗ്ലൂർ എനിക്ക് ജോലിയൊന്നും ലഭിക്കാതെ വന്നു. അമ്മാവന്മാർക്ക് എന്നെ സഹായിക്കാൻ പറ്റാതെ പോയി, കാരണം അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരാ. അപ്പൊ അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ പണികൾക്കൊക്കെ പോകാൻ തുടങ്ങി. കൂലിപ്പണി, അതും പറയുന്നത് എനിക്ക് നാണമില്ല, കാരണം പെയിന്റിങ്ങും പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, കുറെ നാൾ ഞാൻ ജോലി ചെയ്തിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ലോകത്തിന്റെ എവിടെ പോയാലും മലയാളി പാസ്റ്റർമാര്, പ്രത്യേകിച്ച് ഇപ്പൊ ദാനിയേൽ ജോൺ പാസ്റ്റർ ഗുജറാത്തിൽ കർത്താവിന്റെ വേലയിൽ ദീർഘവർഷങ്ങളായിട്ട് ആയിരിക്കുന്നു എന്നറിയുന്ന ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ലോകത്തിന്റെ എവിടെ പോയാലും മലയാളി സമൂഹത്തിൽ നിന്ന് അനേക ദൈവദാസന്മാര് കർത്താവിന്റെ വേലയുമായിട്ടുണ്ട്. ഈ മലയാളി ദൈവദാസന്മാര് എൻ്റെ റൂം സന്ദർശിക്കുക എന്നോട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പനയൊക്കെ അനുസരിച്ച് വചനപ്രകാരമൊക്കെ ജീവിക്കാമെങ്കിൽ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു, വേണ്ട, ഇങ്ങനെ പെന്തക്കോസി വന്ന് സ്നാനപ്പെട്ടിട്ടൊന്നും എനിക്ക് അനുഗ്രഹമൊന്നും വേണ്ട, പേടിച്ചിട്ടാ, സമുദായക്കാരെ പേടിച്ചിട്ടാ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞ പോലെ ഞാൻ രഹസ്യമായിട്ട് ആരോടും പറയാതെ അവിടുത്തെ പാസ്റ്റർമാരുടെ എന്ന് പറഞ്ഞു, എന്നെ 1-2 വട്ടം ഒന്ന് സ്നാനപ്പെടുത്തിയേക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, 1-2 വട്ടം ഒന്ന് സ്നാനപ്പെടേണ്ട, ഒരു പ്രാവശ്യം സ്നാനപ്പെട്ടാൽ മതി. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ സ്ഥലം വിടാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനല്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, തിരുവത്താഴം എടുക്കണം, ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കെല്ലാം തുടങ്ങി. അവിടെ ചെന്ന് സത്യം പറഞ്ഞാല് 5 വർഷത്തോളം ഞാൻ അവരോട് കൂടെ ആരാധിച്ചു. ആത്മാർത്ഥമായിട്ട് എനിക്ക് കിട്ടുന്നതിന് ദശാംശം കൊടുക്കും, സ്വോത്ര കാഴ്ച ഇടും, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞിട്ടും ഞാൻ പ്രതീക്ഷിച്ച അനുഗ്രഹമോ വിടുതലോ ഉയർച്ചയോ ഒന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറയും, ഇപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പൊ CPM പരാജയപ്പെട്ടവരുടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒന്നും കോഴിയുടെ മുട്ട കൂടുവോ പശുവിന്റെ പാല് കൂടുവോ ഒന്നും ചെയ്യത്തില്ല. അതിന് വല്ല പിണ്ണാക്കോ അവിടെ ഒക്കെ കൊടുത്തേലേ പാല് മുട്ടയൊക്കെ കൂടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ കനാന സമുദായം വിട്ട് പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നതിൻ്റെതായ, ഞാൻ ഇത് ആദ്യമേ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, പെന്തക്കോസ് അനുഭവത്തിന് പ്രയോജനമില്ലെന്നല്ല, പ്രയോജനം ഉണ്ട്. പക്ഷെ പറയാൻ ശ്രമിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ, ഒരു ട്രെയിന് നമ്മളിപ്പം തിരുവല്ലയിൽ നിന്ന് ഡൽഹിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കാറും കൊണ്ട് പോകുന്ന പോലെ അല്ല ട്രെയിനും കൊണ്ട് പോകുന്നത്. കാരണം ഈ കാറും കൊണ്ട് പോകുമ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്തോടെ വേണമെങ്കിൽ പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ കയറി ഒരു ചായയും കുടിച്ചൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ ഇഷ്ടമുള്ളിടത്തോട്ട് തിരിക്കും. പക്ഷേ ട്രെയിനെ പോകുമ്പം ട്രെയിൻ നമ്മള് പെങ്ങളുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. അതിനൊരു പാളമുണ്ട്, അതിൽ കൂടെ പോകും, അതേ കൂടെ തന്നെ തിരിച്ചു വരും, നമുക്ക് ഇഷ്ടമുള്ളിടത്തോടെ തിരിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ആത്മീയ ജീവിതത്തിന് ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിലൂടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പ്രാരംഭമായിട്ട് പറയാം, നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം നമ്മളെ പിന്തുടരും. ഈ ട്രെയിൻ ട്രാക്കിൽ നിന്ന് ഒന്ന് ഇറങ്ങി നോക്കി, തിരുവല്ലയിൽ നിന്ന് ചിങ്ങവനം വരെ പോലും പോകത്തില്ല, പക്ഷെ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും. ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. എൻ്റെ അനുഭവത്തിൽ ഈ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ പണ്ട് ജോസഫ് അയച്ച രഥങ്ങൾ വന്ന രാജവീതി അവിടെ ഉള്ളപ്പോ തന്നെ അപ്പച്ചൻ ആത്മനിയോഗത്തോടെ മോശ പറയുക, കടലിൽ കൂടെ ഈ വഴി കൂടെ പോകാൻ. എല്ലാരും പറഞ്ഞു, അപ്പച്ച അത് ബീച്ചിലോട്ടുള്ള വഴിയാ. അപ്പച്ചൻ 40-40 വർഷമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചൻ അറിയത്തില്ല ബീച്ചിലോട്ടുള്ള വഴിയാ. അപ്പച്ചൻ പറഞ്ഞു, അറിയാം മക്കളെ, ബീച്ചിലോട്ടുള്ള വഴിയാന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വഴി അടഞ്ഞുപോയി. പെട്ടെന്ന് വഴി തുറന്നു. രാജവീതികൾ ഇല്ലാഞ്ഞിട്ടല്ല, മരുഭൂമി കൂടെ, റേഷൻ കടയും തട്ടുകടയും ജൗളിക്കടയും ഒന്നുമില്ലാത്ത മരുഭൂമി കൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തി. ദൈവം കാണിച്ചു കൊടുത്ത റൂട്ടിൽ കൂടെ പോയപ്പോൾ തട്ടുകട ഉണ്ടോ റേഷൻ കട ഉണ്ടോ ഒന്നും ദൈവത്തിന് വിഷയമല്ല, അതൊരു സത്യമാണ്. ഇന്നും ആ വചനം അനുസരിച്ച് ദൈവം പറയുന്ന റൂട്ടിലൂടെ നമ്മൾ പോകാമെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഞാനത് അല്പം വിശദമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് മറ്റൊരു ചാനലിൽ ഇതുപോലെ സാക്ഷ്യം പറഞ്ഞത് അനേകായിരങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഈ പകൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ്
ഞാൻ ഈ സാക്ഷ്യവുമായിട്ട് ഈ അരോമ ടി വിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ കടന്നു പോയതുപോലെയൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അല്പസമയം എടുത്ത് ഇതൊന്ന് ശാന്തമായിട്ട് കേൾക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു അനുഭവം, ഏതെങ്കിലും നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചില ചോദ്യചിഹ്നങ്ങൾക്ക് നിശ്ചയമായിട്ട് ഇന്ന് ദൈവാത്മാവ് നിങ്ങൾക്ക് മറുപടി തരുന്ന ദിവസമാണ്. അതെനിക്ക് നല്ല ഗ്യാരണ്ടി ഉണ്ട്, ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്നോടൊപ്പം അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി. കാരണം എന്നാന്ന് ചോദിച്ചാല് അവിടെ വലിയ പ്രസംഗം കേൾക്കുകയാണ്. ഇസ്രായേൽ മക്കളെ ദൈവം മരുഭൂമി കൂടെ നടത്തി, നമ്മളാണ് പുതിയ നിയമ ഇസ്രായേൽ എന്നൊക്കെ അവർ പറയുമ്പോൾ, സത്യം പറഞ്ഞാല് ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നൊരു തമിഴൻ കോൺട്രാക്ടറൂടെ, അയാൾ പൈസ തരികയില്ല. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഒരു കന്നഡക്കാരി ഒരു അമ്മച്ചിയുടെ വീട്ടില. ഈ അമ്മച്ചി ബാത്റൂം വെളിയില, അതിന്റെ താക്കോല് തരികയില്ല, വാടക കറക്റ്റായിട്ട് കൊടുക്കാത്തതുകൊണ്ട് പൂട്ടിത്ത കൈ പിടിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് പറയും വാടക തരാതെ ബാത്റൂം തുറന്നു തരത്തില്ലെന്ന്. ഞാനത് വിശദീകരിക്കണ്ടല്ലോ ആ അവസ്ഥ. എന്നിട്ട് ആ അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്നിരിക്കുമ്പോൾ അവിടെ പാസ്റ്റർ പ്രസംഗിക്കുക, ഫറവോനോട് ദൈവം ഇടപെട്ടും. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഫറവോനോട് ഇടപെട്ടെങ്കിൽ ആ തമിഴൻ കോൺട്രാക്ടറോടൊന്ന് ഇടപെടാം, എൻ്റെ ആ 300 രൂപ ഇങ്ങി തരാം, വാടക കൊടുത്തിരുന്നേ ബാത്റൂം തുറന്നു കിട്ടിയേനെ. അങ്ങനെ എൻ്റെ വിശ്വാസം കുറച്ച് ഇടിഞ്ഞു പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ചാഞ്ഞു കിടക്കുന്ന മരത്തിലോട്ട് ഓടി കയറാൻ എളുപ്പമാണ്, പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉപദേശിമാർ ഞങ്ങളെ പിടിച്ച് നല്ല ഒന്നാന്തര സമുദായത്തിൽ നിന്ന്, കനാന സമുദായത്തിൽ നിന്ന് ബന്ധുക്കോസി കൊണ്ടുവന്ന് ഇപ്പൊ വേണ്ട ഇതൊക്കെ ചുമ്മാ കണ്ണടച്ച് പിടിച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയ്ക്ക് അയച്ചു കൊടുത്തേച്ച് പാൽപ്പൊടി വരുത്തിയിട്ട് ഇവരെല്ലാം കൂടെ ചുമ്മാ കാശൊക്കെ ഉണ്ടാക്കാനുള്ള മാർഗം. വെറുതെ ആ സമുദായത്തിലെങ്ങാനും നിന്നിരുന്നെങ്കിൽ തന്നെയല്ല, തിരിച്ചിനി അവിടെ ചെല്ലാനും ഒക്കത്തില്ല. അതിനോടകം അവരെല്ലാം അറിഞ്ഞു ഞങ്ങൾ ബന്ധക്കോസി പോയെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയം, ഇനി തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, നിന്നോട് അന്നേ പറഞ്ഞല്ലയോ, നിന്റെ സൂക്കേട് തീർന്നോ എന്നൊക്കെ അവർ ചോദിക്കും. അവസാനം അവർക്കങ്ങ് പാല് കിളിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും വയ്യ, ഇത് തുടരാനും വയ്യാതെ സത്യത്തില് പിന്നെ ഞാൻ ചിന്തിച്ചിനി, ആ പഴയ ദൈവം മരിച്ചുപോയോ, ഇവര് പറയുന്ന ദൈവം മരിച്ചുപോയോ, അതോ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചുകൂടെ ക്രമപ്പെടാനുണ്ടോ? ഞാൻ സ്നാനപ്പെട്ട് തിരുമേശയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ കാര്യം, ഇന്ന് ഞാൻ 22 വർഷമായിട്ട് എൻ്റെ വീട് തന്നെ ഒരു ധ്യാന കേന്ദ്രമാക്കിക്കൊണ്ട് ഫുൾ ടൈം കർത്താവിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുന്നതിന് കാരണം എനിക്ക് യാദൃശികമായിട്ടെന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. 2002 ഏപ്രിൽ മാസത്തില് ദൈവവചനത്തിൽ നിന്നൊരു ദൈവദാസൻ മുഖാന്തരം കൃത്യമായ ഒരു വചന വെളിപ്പാട് കിട്ടി. ആ വചന വെളിപ്പാട് അനുസരിച്ച് ഞാൻ സ്റ്റെപ്പ് വെച്ചു. 4ാമത്തെ ദിവസം എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ ഒരു പ്രത്യക്ഷതയുണ്ട്. എന്നെ ധൈര്യത്തോടെ പറയുക, എനിക്ക് മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന നിലയിൽ ഒരു എൻകൗണ്ടർ കർത്താവുമായിട്ടുണ്ടായി. അതുകൊണ്ടാ ഇന്ന് വരെ 22 വർഷമായിട്ട് ഞാനൊരു പണിക്കും പോകുന്നില്ല, ഒന്നിനും കുറവുമില്ല. എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ ഇരട്ടിയായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. എല്ലാ രീതിയിലും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനത് എങ്ങനെയാ ഈ ഒരു പ്രത്യേക രീതിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാല്, ഞാൻ ഈ 2000 കാലഘട്ടമൊക്കെ ആയപ്പോൾ ബാംഗ്ലൂർ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിച്ചു, മുടിയമ്പുത്രൻ പണ്ട് ചിന്തിച്ചാൽ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ പോയാൽ എന്നോട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർ ദൈവമേ, നാട്ടിൽ വന്നാൽ അല്ല കപ്പളങ്ങായും അല്ല കപ്പയൊക്കെ കിട്ടും, കന്നഡക്കാരുടെ വെറുതെ കിടക്കുന്നതിനേക്കാളും നല്ലതാ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ നാട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് ജോലിയൊന്നുമില്ല. പഴയ കൂട്ടുകാരുമായിട്ട് ഞാൻ പന്ത് കളി, അതുപോലെ ആറ്റി കുളിക്കാൻ പോവുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ആ സമയങ്ങളിലൊക്കെ എൻ്റെ വീട് പുലർത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ജോലി ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ചാണ് എൻ്റെ വീട് പുലർത്തിക്കൊണ്ടിരുന്നത്. അന്ന് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ കുമ്പനാട് ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോയി. ആ ജ്യേഷ്ഠനാണ് ഇപ്പം മൂവാറ്റുപുഴ നെല്ലാട് സഭയുടെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നത്. അപ്പം അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. അമ്മ രോഗിയാണ്, വളരെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള ഒരു അമ്മ. അങ്ങനെ വീട് ജ്യേഷ്ഠൻ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം 2001 കഴിഞ്ഞപ്പോ എനിക്കും തോന്നി, ജ്യേഷ്ഠൻ തന്നെ കഷ്ടപ്പെടുന്ന എന്തിനാ, ഞാനിവിടെ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത ഒന്നുമില്ല. അപ്പൊ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാം. അപ്പം ബിസിനസ്സിൽ കൂടെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നറിയാൻ ഞാൻ ഞങ്ങളുടെ വീടിനടുത്തുള്ള പാടത്തും കർഷകരൊക്കെ എടുക്ക ചെന്ന് ചേമ്പും കപ്പയും നാളികേരവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വീടിനടുത്തൊരു കടമുറി വാടകയ്ക്ക് എടുത്ത് ഞാൻ ചെറിയ രീതി കച്ചവടം തുടങ്ങി. അപ്പൊ ചെറിയ രീതിയിൽ കച്ചവടം തുടങ്ങി മുന്നോട്ട് പോയപ്പം കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് കച്ചവടത്തിന്റെ ലൈൻ മനസ്സിലായി. അപ്പൊ ഞാൻ ഓർത്ത് പലചരക്കട, സ്റ്റേഷനറി, ബേക്കറി ഒക്കെ ആക്കാമെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ വരുമല്ലോ എന്ന് ഓർത്ത് കള്ളക്കടമെല്ലാം മേടിച്ച്, മാത്രമല്ല എൻ്റെ അപ്പനെ അറിയാവുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നു.
ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് നിന്നിട്ടുള്ളവർ പലരും ഇവിടെ അടുത്തൊക്കെ ഉള്ളവർ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരായി പോയി. പണ്ടൊക്കെ ഞങ്ങളൊക്കെ വലിയ നിലയിൽ ജീവിച്ചവരാ, പക്ഷെ സാഹചര്യം എല്ലാം മോശമായി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്കാണ് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചത് ആ കാലഘട്ടങ്ങളിൽ. അതിവേഗം ബഹുദൂരം എന്നൊരു വാക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഞാൻ കയറി അങ്ങ് പിടിച്ചു. പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഹോൾസെയിൽ രംഗത്തോട്ട് തിരിച്ചു. അങ്ങനെ കാപ്പിപ്പൊടിയുടെയും മുളക് പൊടിയും മല്ലിപ്പൊടി ഏജൻസി, സ്പൈസസിന്റെ ഏജൻസി എടുത്ത് പത്തനംതിട്ട ജില്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഞാനിങ്ങനെ അതിവേഗം കയറി വന്ന് വാനൊക്കെ മേടിച്ച് നല്ല രീതിയിൽ വണ്ടിയൊക്കെ മേടിച്ച് ഞാൻ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ മൊത്തം സാമ്പത്തികം അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചു മറിച്ച് ചെയ്യായതുകൊണ്ട് നമ്മുടെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി, പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ അതെങ്ങനെ പൊട്ടിപ്പോയതൊന്നും പറയാൻ നിൽക്കുന്നില്ല. തകർന്ന് വല്ലാത്ത രീതി ഭയങ്കര ബാധ്യതയായി. കൈ കിടന്ന വാഹനങ്ങളൊക്കെ നാട്ടുകാർ പിടിച്ചു മേടിച്ചു. ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. സത്യം പറയാനല്ല, കടുങ്കാപ്പി കുടിക്കാൻ പൈസ ഇല്ലാതായി. ഭയങ്കര പ്രയാസം. അങ്ങനെ ചീത്തവിളിയായി. ഈ കടം മേടിച്ചിട്ട് പൈസ കറക്റ്റ് സമയത്ത് കൊടുക്കാത്തവര് വിളിക്കുന്ന ചീത്ത കേട്ടപ്പോൾ എൻ്റെ അപ്പനൊക്കെ വെറും പാവാന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അച്ഛനൊന്നും അത്രയും വലിയ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. എന്തോ ചീത്ത വിളിയ, ആൾക്കാർ ഭയങ്കര ചീത്ത വിളി. അവസാനം ഭയങ്കര മാനസിക പ്രശ്നമായി. വീട്ടുകാർ ജപ്തി നോട്ടീസും ബാങ്കിൽ നിന്നൊക്കെ പൈസ കടമെടുത്തിരിക്കുക. അപ്പൊ അവരെല്ലാം നോട്ടീസ് അയക്കാൻ തുടങ്ങി, ബാങ്കിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഞാനൊരു തീരുമാനം അങ്ങെടുത്തു. ബാംഗ്ലൂർ തന്നെ തിരിച്ചു പോകാം, കന്നഡ ഭാഷ നന്നായിട്ട് അറിയുകയും ചെയ്യാം, അവിടുത്തെ ഊടുവഴികളൊക്കെ അറിയാം. അതുകൊണ്ട് അവിടെ പോയി ഓട്ടോറിക്ഷ ഓടി ജീവിക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, കന്നഡ അറിയുകയും ചെയ്യും, അവിടുത്തെ ലൈസൻസും ഉണ്ട്. ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ IPCയുടെ ഈസ്റ്റ് സെന്ററിന്റെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങില് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞാനിവിടെ പെയിന്റ് അടിച്ച് നടന്ന ആളാണ്, ഞാനിവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്ന ആളാണ്, ഹോട്ടലിൽ ജോലി ചെയ്ത ആളാണ്. പക്ഷേ മോശയെ ദൈവം അധികാരിയും ന്യായകർത്താവുമാക്കി മടക്കി കൊണ്ടുവന്ന പോലെ നാട്ടിൽ പോയി കർത്താവിനെ അഭിഷേകം ചെയ്ത് എന്നെ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കാനല്ല, നിങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിപ്പാൻ കർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്ക് അതൊരു വലിയ ബലമായിട്ട് മാറുന്ന ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത്, നമ്മുടെ വിലാപങ്ങളെയൊക്കെ നൃത്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇവിടുന്ന് നാട് വിട്ടു പോകാമെന്ന് കരുതി ഞാൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയാണോ എന്ന് എനിക്കറിയത്തില്ല. ആ ദിവസങ്ങളിൽ എനിക്ക് പോകാൻ ഒക്കാത്തൊരു സാഹചര്യം വന്നു. എന്താന്ന് ചോദിച്ചാൽ, ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ എൻ്റെ ഈ നെഞ്ചിന്റെ ഭാഗം പൊട്ടിപ്പോകുന്നില്ല, ഞാൻ ഉറങ്ങിയില്ലടാ ഇന്നലെ. ഒന്നാമതെ അമ്മയെ അപ്പനെ ഉപദ്രവിച്ച് വല്ലാതാക്കിയ ഒരു സ്ത്രീയാ. അപ്പൊ എന്നോട് പറയടാ പൊട്ടിപ്പോകുന്നടാ, വയ്യടാ, ശ്വാസം കിട്ടിയില്ല. ഞാനൊക്കെ കിടന്ന് ചൂടാവും. ഞങ്ങളൊക്കെ എന്ന് പറയും, ഈ ദൈവകൃപയെ വന്നിട്ടില്ലാത്തതുകൊണ്ട് അപ്പന്റെ സ്വഭാവമാണ്. അവൻ അവിടെ കാണും പോ കിടന്ന് അലയ്ക്കാതെ. അപ്പൊ അമ്മ പറഞ്ഞു, എടാ ഞാൻ വല്ലതും ചെയ്തോളാം, അപ്പനും ഇവരെല്ലാം കൂടെ അല്ലേടാ ഇങ്ങനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞ്. ഞാൻ പറഞ്ഞു, എല്ലാം നശിപ്പിച്ച് ഇപ്പൊ വയ്യാന്നു. അമ്മ പറയടാ ഞാൻ എന്ത് ചെയ്തിട്ടാ, അവിടെ കാണും കിടക്കട്ടെ. കാരണം എന്നാന്ന് വെച്ചാൽ ഒരാശുപത്രി കൊണ്ടൊരു ചീട്ടെടുക്കാൻ പോലും എൻ്റെ പൈസ ഇല്ല, കടുങ്കാപ്പി തന്നെ കുടിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ നാട്ടുകാർ കയറി ഇടപെട്ടിട്ട് പറഞ്ഞു, എടാ ദോഷമുണ്ട്, വെറ്ററലയല്ലേ, പൈസ വരുന്നതും പോകുന്നു, ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ട് നോക്ക്, നീ ചികിത്സിക്കണ്ട, നീ ഒന്ന് നോക്ക്, എന്നാ കുഴപ്പമൊന്നൊന്ന്, ശ്വാസം മുട്ടലിന്റെ കാരണം എന്താ. അങ്ങനെ റാന്നി മർത്തോമ മെഡിക്കൽ മിഷനിൽ എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ പോയി. അവര് പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് എന്നെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഒരു ആംബുലൻസില് അമ്മയെ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോ, ഒരു ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം. ഞാൻ ചോദിച്ചു, എന്താ ഡോക്ടറെ? അമ്മയുടെ ഹാർട്ടിന്റെ വാൽവ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് പമ്പിങ് കുറവാ, അതുകൊണ്ടാണ് ശ്വാസം കിട്ടാത്തത്. ബ്ലോക്കും അല്ലായിരുന്നു, നമുക്ക് എന്തെങ്കിലും അലിച്ച് കളയുവോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പെട്ടെന്ന് കൊണ്ടുപോകാൻ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടറെ അതിന് എത്ര രൂപ ചിലവാകും? 1.5 ലക്ഷം രൂപ അതിന് കൈ പിടിച്ചോണമെന്ന് പറഞ്ഞു. പിന്നെ 50,000 രൂപ വേറെ കരുതിക്കൊണ്ട് ചെലവിന് വേണ്ടി. ഞാൻ ഡോക്ടറോട് എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. ഞാൻ പറയും, ഒരു ചേട്ടൻ ബൈബിൾ കോളേജിൽ പഠിക്കുക, ഒരാൾ ഇവിടെ വണ്ടി ഓടിക്കുക, ഞങ്ങളുടെ വീട് ജപ്തിയുടെ വക്കി നിൽക്കുക, ഞാനും ഇങ്ങനെ ബിസിനസ് ഒക്കെ തകർന്ന് എങ്ങനെയും തിരിച്ച് ബാംഗ്ലൂരിൽ പോകാൻ നിൽക്കുക. അപ്പൊ ഡോക്ടർ അവസ്ഥകളൊക്കെ കേട്ടവും പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അമ്മയൊക്കെ പറയല്ല, പ്രഷർ കൂടല്ലോ. ഞാൻ ചോദിച്ചു, ജപ്തി നോട്ടീസ് ഒപ്പിട്ട് മേടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഏലിയാമ്മ യാക്കോ ആരാന്ന് ചോദിച്ചാൽ ബാങ്കിൽ നിന്ന് എപ്പോഴും ആൾക്കാർ വരുന്നത് അമ്മയുടെ പേരിലൊക്കെയാ. അപ്പം ഞാൻ അമ്മയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വരിക. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഒരു അനുഭവം കൂടെ പറയാം. ഞങ്ങളുടെ അവിടെ പേട്ടച്ചന്തയെ വന്നപ്പോൾ ഓട്ടോറിക്ഷയില കൊണ്ടിരുന്നത്. അമ്മയെ വീട്ടിൽ വന്നു കഴിയുമ്പം വേദന എടുക്കാതിരിക്കാനോ ബ്ലഡ് കട്ടിയാകാതിരിക്കാനോ ഒക്കെ എന്തോ മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു പൈസയില്ല. ഞാൻ കടയ്ക്കകത്തുനിന്ന് കീറിപ്പറിഞ്ഞ ആരും എടുക്കാതെ മാറ്റിയിട്ടിരുന്ന 2 5 രൂപ നോട്ട് 10 രൂപ ഉണ്ട്, അത് കൊടുത്ത് അമ്മയ്ക്ക് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന അമ്മയ്ക്ക് 1 കിലോ കപ്പ മേടിച്ച് പുഴുങ്ങി കൊടുക്കാമെന്നും വിചാരിച്ച് ഞാൻ 2 കിലോ കപ്പ മേടിച്ചു. പക്ഷെ കീറിയ പൈസയാണെന്ന് കണ്ടപ്പോൾ അവർ ചോദിച്ചു, വേറെ പൈസ ഇല്ല എന്ന്. അപ്പൊ എന്നെ അറിയുന്നവരൊക്കെ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ കപ്പ അവിടെ താത്തു വെച്ചിട്ട് പറഞ്ഞു, പിന്നെ മേടിച്ചോളാന്ന് പറഞ്ഞു. അമ്മയെ ഇങ്ങ് കൊണ്ടുപോകുന്നു. പക്ഷെ ഞാൻ കർത്താവിനെ മാത്രം ഉയർത്താൻ വേണ്ടി പറയട്ടെ, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാല്
എല്ലാ മാസവും 3 ദിവസം നടക്കുന്ന ആ ക്യാമ്പില്, ആത്മപകർച്ചയ്ക്ക് വേണ്ടി മാത്രം നടത്തുന്ന ആ ക്യാമ്പില് 60 അടി നീളത്തില്, ഷീറ്റ് കൊണ്ടാന്ന് പറഞ്ഞാലും 60 അടി നീളത്തിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് സൗജന്യമായിട്ട് ഒരു രജിസ്ട്രേഷൻ ഫീസോ ഒരു സ്വോത്ര കാഴ്ചയില്ലാതെ എല്ലാ മാസവും 100 കണക്കിന് ആളുകളെ 3 നേരവും 3 ദിവസവും സമൃദ്ധിയായിട്ട് ആഹാരം കൊടുത്ത് അവരെ പറഞ്ഞയക്കുമ്പോൾ എല്ലാ മാസവും എൻ്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞിട്ട് ഞാൻ പറയും, കർത്താവേ, ശത്രുവിന് തകർത്ത് കളയാൻ ഒരു സമയമുണ്ടെങ്കിൽ, ശത്രുവിന് കെട്ടാൻ ഒരു കാലമുണ്ടെങ്കിൽ, അത് അഴിക്കാനും ഒരു കാലമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, എന്നും നിങ്ങൾ ഈ അവസ്ഥ കിടക്കത്തില്ല കേട്ടോ. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റി, ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റിയ, യാക്കോബിന്റെ സ്ഥിതി മാറ്റിയ സർവശക്തനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാക്ഷിയാണ് ഞാൻ. നിങ്ങൾക്ക് റാന്നി താലൂക്കില് പത്തനംതിട്ട ജില്ലയിൽ വന്ന് ഐക്കാട്ട് പ്രയർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓട്ടോക്കാർ ഇവിടെ കൊണ്ടുവിടും. റാന്നിന്ന് 3 കിലോമീറ്റർ. നിങ്ങൾക്ക് വന്ന് കാണാം. ഞാൻ പറയുന്ന സാക്ഷ്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഞങ്ങളുടെ അയൽവക്കക്കാരോട് ചോദിച്ചിട്ട്, എന്തെങ്കിലും ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യത്തിനകത്ത് മാറ്റമുണ്ടെങ്കിൽ ഞാനൊരു പത്രസമ്മേളനം നടത്തി സുവിശേഷ വേല ഞാൻ നിർത്തിയേക്കാം. കാരണം ഞാൻ മറ്റൊരു ചാനലിൽ എന്നെ ദൈവം വിടിവിച്ച വിധങ്ങൾ വിശദമായി പറഞ്ഞപ്പോൾ ഒരു വക്കീലിന് സംശയം തോന്നിയിട്ട്, മാവേലിക്കരയെന്ന്, അദ്ദേഹം എന്നെ 2 പ്രാവശ്യം ക്യാമ്പിൽ വന്ന് അവർ ഇവിടെ താമസിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, പറയുന്നതുമായിട്ട് വല്ല പൊരുത്തമുണ്ടോ. ലാസ്റ്റിൽ അദ്ദേഹം സുല്ലിട്ട് എൻ്റെ മുമ്പിൽ കൈകൂപ്പി പറഞ്ഞു, ഇത് ദൈവപ്രവൃത്തിയാണ്. കഴിഞ്ഞ മാസത്തെ ക്യാമ്പില് മൂവാറ്റുപുഴ യാക്കോപ്പള്ളിയിലെ ഒരച്ഛൻ ഔദ്യോഗിക വസ്ത്രങ്ങളുമായിട്ട് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു, മോന്റെ സാക്ഷ്യവും അനുഭവവും ശുശ്രൂഷയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിയോളജി പരമായിട്ടൊക്കെ പഠിച്ച് എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഞാൻ കൗൺസിലിംഗ് സെന്റർ നടത്തുന്നു, പള്ളിയുടെ വികാരിയാണ്. പക്ഷെ ഞാൻ എല്ലാം ഒന്ന് മാറ്റിവെച്ച് ഇപ്പൊ ഇവിടെ വന്നത് 3 ദിവസം നിങ്ങളോട് ഞാൻ പാർക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, എന്തിനാ അച്ഛാ? അച്ഛൻ പറയാ, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, പഠിത്തമൊക്കെ ഉണ്ട്, തിയോളജി ഉണ്ട്, ഡിഗ്രി ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷേ അവന്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നും ഇല്ലെങ്കിലും ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായി ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന്. അച്ഛൻ വന്ന് എന്നോട്, അച്ഛൻ ഇവിടുന്ന് പോയപ്പോ പറയാ, ഞാൻ ഭാഷാപരവും കിട്ടി, ദർശനങ്ങളും കാണാനിടയായെന്ന്. ഞാൻ പറയട്ടെ, ഇത് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്നുള്ളത് സത്യം തന്നെ. യാക്കോപ്പള്ളിയിലെ കനാനപ്പള്ളി പൊക്കോണ്ടിരുന്ന ഞാൻ ഇന്ന് ഇവിടെ ഈ മീഡിയയിൽ വന്നിരുന്ന സാക്ഷ്യം പറയുന്നതിന്റെ കാര്യം ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അമ്മയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഞാൻ ഗൂഢമായിട്ട് നാട് വിടാൻ തീരുമാനിച്ചു. അപ്പൊ എന്നെ ചിലരൊക്കെ വിളിച്ചിട്ട് വെച്ച്, കാശിന്റെ കാര്യം എങ്ങനെയാ? അപ്പൊ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു, വ്യാഴാഴ്ച പോരാൻ പറഞ്ഞു എല്ലാവരും. ഒരുത്തൻ എന്നോട് ചോദിക്കും, ഇത്രയും ദിവസം ഇല്ലാത്ത പൈസ താൻ വ്യാഴാഴ്ച എവിടുന്ന് തരും? ഞാൻ പറഞ്ഞു, അത് താൻ അറിയണ്ട. എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ ബുധനാഴ്ച ഇവിടുന്ന് പോവാൻ. ബുധനാഴ്ച ഇവിടുന്ന് പോകാനിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ വ്യാഴാഴ്ച ആര് വന്നാ എന്താ? ഞാൻ ഐലൻഡ് എക്സ്പ്രസ്സിന് കയറി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ബാംഗ്ലൂർ വരെ പോകാൻ പോലും പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ മഹാ അത്ഭുതം. എൻ്റെ വീടിന്റെ അടുത്ത് ആ ദിവസങ്ങളിൽ താമസിക്കാനായിട്ട് ഒരു കുടുംബം ഓതറയെന്ന് വന്നു. അവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. ആ വീട് പണി നടക്കുമ്പോ ഒക്കെ എന്നെ കടക്കാർ വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആ വീടിന്റെ പണി നടക്കുന്നത്, അപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീട് പൊക്കത്തിലായതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും വരുന്നോന്ന് അറിയാം. അപ്പൊ അവിടെ ചെല്ലുന്ന എന്തിനാന്ന് വെച്ചാൽ മേസ്ത്രിമാരോട് വർത്താനമൊക്കെ പറയുമെന്ന്. മഴയൊക്കെ പെയ്താല് ടാർപ്പാളിയൊക്കെ ഞാനിവിടെ വലിച്ചിട്ട് കൊടുക്കും. അപ്പം അവർ കടുകാപ്പി എടുക്കും, എനിക്കൂടെ തരും. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഈ വീടിന്റെ കയർത്താമസം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ ഈ മോനച്ചൻ എന്ന് പറയുന്ന ആളുടെ അമ്മയാ പറയുന്നത്, എടാ മേളത്തെ ആ പയ്യൻ ചുമ്മാ നടക്കൂല, അവന് സ്കൂട്ടറോ ബൈക്കോ എല്ലാം കാണും. അവൻ്റെ കൂടെ മണിമലയിൽ ഒരു ഉപദേശിയുണ്ട്, കുഞ്ഞുമോൻ എന്ന് പറയുന്ന പാസ്റ്ററുണ്ട്. അവിടെ പോയി, എടാ പണ്ട് നമ്മളോട് പറഞ്ഞ ആലോചനയുടെ ബാക്കി പോയി കേക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മോനച്ചൻ എൻ്റെ വീട്ടിൽ രാവിലെ കയറി വരിക. ബുധനാഴ്ച രാവിലെ എന്നോട് പറഞ്ഞു, സ്കൂട്ടറോ ബൈക്കോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് മണിമല ഒരു ഒന്ന് പോവാം. മണിമല പോയാൽ അവിടെ ഒരു കുഞ്ഞുമോൻ എന്ന് പറയുന്ന പാസ്റ്റർ, മണിമല ഇടേരിക്കപ്പുഴയിലെ, ഈ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹം ഒരു ബുധനാഴ്ച ഒരു വിടുതലിന്റെ മീറ്റിംഗ്, ഒരു ഭവന പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവിടെ ചെന്നാൽ ദൈവാലോചന കേൾക്കാവും. ഞാൻ ചോദിച്ചു, റാന്നിയിലെങ്ങും പാസ്റ്റർമാരൊന്നും ഇല്ലേ ആലോചന പറയുന്നത്? അല്ലേ തന്നെ ഇപ്പം മണിമല വരെ പോകേണ്ട ആവശ്യം തന്നെ. അപ്പൊ എന്നോട് പറയാ, ആ മോനച്ചൻ എന്ന് പറയുന്ന ആളിനോട് പറഞ്ഞ ഒരു ദൂത് നടന്നു, അതിന്റെ ബാക്കി കേൾക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, എന്തുവാ നിന്നോട് പറഞ്ഞത്, എന്തുവാ നടന്നത്? അപ്പോഴാ അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഓതറേന്ന് റാന്നി വന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കാനുള്ള കാരണം, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരിക്കലൊരു മീറ്റിംഗ് നടന്നപ്പം ഈ കുഞ്ഞോൻ പാസ്റ്റർ ഗസ്റ്റായിട്ട് ചെന്നപ്പോ മോനച്ചന്റെ തലയെ കൈവച്ചൊരു ദൂത് പറഞ്ഞു, നീ വിദേശത്ത് പോകും, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നീ മുന്നോട്ട് പോയില്ലെങ്കിൽ നീ ഒരു കെണി പെടാൻ പോവാ, നിന്നെ ദൈവത്തിനല്ലാതെ വിടുവിക്കാൻ ആർക്കും പറ്റുകയില്ല. പുള്ളി അത് ഏറ്റെടുത്തൊന്നുമില്ല. പുള്ളിയുടെ അപ്പൻ SI ആയിരുന്നു.
അപ്പൊ അങ്ങനെ അദ്ദേഹം മസ്കറ്റിൽ പോയി. അവസാനം താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലോട്ട് ആൾക്കാരെയൊക്കെ എടുക്കുന്നെന്ന് ഒരിത് കേട്ടിട്ട് മോനച്ചനും വേറൊരാളും കൂടെ തിരുവല്ല ഓതറ ഭാഗത്തു നിന്ന് അനേകർക്ക് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ചു. പക്ഷെ മോനച്ചനല്ല പൈസ മേടിച്ചു, ഒരാള് പൈസ മേടിച്ചു. മോനച്ചനാ മുമ്പിൽ നിന്നേ, പക്ഷെ മറ്റേ ആള് കാശുമായിട്ട് മുങ്ങി. മോനച്ചനാ ലാസ്റ്റ് ഫ്രണ്ടിൽ നിന്നത്. ഭയങ്കര വിഷയമായി, നാട്ടുകാരെല്ലാം ഇളകി, വീടിന്റെ മുറ്റത്ത് ടാർപ്പാളിയൊക്കെ വലിച്ചു കെട്ടി ആൾക്കാർ സമരം തുടങ്ങി. അങ്ങനെ മെമ്പർമാരൊക്കെ ഇടപെട്ടു, കാശ് കൊടുക്കണമെന്നായി. ലാസ്റ്റ് 2 നില വീടും വസ്തുവും വിറ്റിട്ട് നാട്ടുകാരുടെ എല്ലാം കാശ് കൊടുത്തേച്ച് ബാക്കി വന്ന പൈസയും കൊണ്ടിരിക്കുമ്പോഴാ മോനച്ചന്റെ അമ്മയുടെ അനിയത്തി ഇവിടെ ഉണ്ട്. അവര് വിളിച്ചു പറഞ്ഞു, ഐക്കാട്ടെ ജെയിംസ് പാസ്റ്റർ അവിടെ ന്യൂ ഇന്ത്യ ചർച്ചിന് സ്ഥലം കൊടുത്തതിന്റെ ബാക്കി ഫ്രണ്ടില് തമ്പേറടിയുടെ ശബ്ദം ഉള്ളതുകൊണ്ട് ആ ഫ്ലോട്ട് ആരും മേടിക്കത്തില്ല. അപ്പൊ ഇവര് പറഞ്ഞു, തമ്പേറടിയും ചെണ്ടയടിയും ഒന്നും വിഷയമല്ല, ഉള്ള പൈസക്ക് തരുമോന്ന് ചോദിച്ചു. അങ്ങനെ ഉള്ള പൈസക്ക് ആ സ്ഥലം മേടിച്ച് ചെറിയൊരു വാർപ്പ് കെട്ടിടം പണിതുകൊണ്ടിരിക്കാൻ. ആ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് കയർത്താമസം കഴിഞ്ഞപ്പോഴാ അമ്മുക്കുട്ടി മാമ പറയുന്നത് മോനച്ചനോട്, എടാ നീ എന്നാ മേടത്തെ പയ്യന്റെ സ്കൂട്ടറോ വല്ലതും കാണും, ആ മണിമല ഇവിടെ അടുത്താടാ, പോയി ഒന്ന് ചോദിരടാ, ബാക്കി എന്തോ ഇനി എന്തോ ചെയ്യേണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൻ കേട്ട ദൂതിന്റെ ബാക്കി കേൾക്കാൻ പോവാന്ന് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളവരും കൂടെ വരുവാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെയും കൊണ്ട് പോവാ. ഇവനാ എനിക്ക് പെട്രോൾ അടിച്ചു തരുന്നത്. എൻ്റെ കയ്യില് സ്കൂട്ടറിനകത്ത് പെട്രോൾ ഇല്ല. അങ്ങനെ RC ബുക്ക് പോലും ഇല്ലാത്ത സ്കൂട്ടർ, പെന്തമ്പുഴ വനത്തിൽ കൂടെ RC ബുക്ക് പോലും ഇല്ലാത്ത വണ്ടി പോലീസുകാർ കാണാതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തപ്പിത്തടഞ്ഞ് മണിമല ചെന്നു. മണിമല ചെന്ന് തിരക്കപ്പുഴ, എടേരിക്കപ്പുഴയിൽ. അപ്പൊ ഇങ്ങനെ എടേരിക്കപ്പുഴ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ആ വീട്ടിലോട്ട് റോഡില്ല. വലിയ വലിയ വണ്ടികളൊക്കെ താഴെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാ. ഈ നടന്നു പോകുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഇവിടെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് വരൂ? എന്നോട് ഞാൻ ചോദിച്ചു, എവിടെ നിന്ന്? കൊല്ലത്തുനിന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഇവിടെ പ്രത്യേകത ഉണ്ടല്ലേ. പിന്നെ മോനച്ചൻ പറയത്തില്ല. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് മോനച്ചനോട് പറയും, മോനച്ച എനിക്കൊരു രോഗമോ പൈശാചിക ബാധയാണെങ്കിൽ ഉപദേശിമാരെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും, അങ്ങ് മാറും. ഇത് ജപ്തി നോട്ടീസും കൊണ്ട് ബാങ്ക് മാനേജർ വരുമ്പോൾ പോപിശാശി എന്ന് പറഞ്ഞാൽ അവർ വല്ലു തല്ലിപ്പറിക്കും. അല്ലെ തന്നെ അവര് പറയുന്ന വെളിപ്പാട് നമ്മൾ ബാങ്കിൽ പോയി പറയാൻ പറ്റുമോ? ഞാനൊരു കാഴ്ച കാണുന്നു. മാനേജർ പറയും ഞാനും ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ മോനച്ചൻ എന്നോട് പറയാ, ചെങ്കടലിന്റെ മുമ്പിൽ 6 ലക്ഷം കുടുംബങ്ങൾ വഴിയില്ലാതെ നിൽക്കുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് 22 ലക്ഷം പേർക്ക് വേണ്ടി ഒരു വഴി വെട്ടി തുറന്നു കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്റെ കൊച്ചു കുടുംബത്തിന് വേണ്ടി ഒരു വഴി തുറക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേടാ? സത്യം പറഞ്ഞാൽ അതെനിക്കൊരു വെളിപ്പാടായിരുന്നു. 22 ലക്ഷം പേർക്ക് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് വഴി തുറക്കാക്കി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു കൊച്ചു വഴി തുറക്കാനാണോ ഈ മഹാദൈവത്തിന് കഴിയാത്തതെന്നുള്ളൊരു ചോദ്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്നു. യോഗം പകുതിയായ പിന്നെ ചെന്നേ. കയറി ചെന്ന് ഞാനും കയറി നടുക്കിരിക്കുക. എനിക്ക് പാടാനോ പ്രാർത്ഥിക്കാനോ ഒന്നുമുള്ള മൂഡിലല്ല. കാരണം അമ്മ മരിക്കുവോ, വീട്ടിൽ ഇന്നും കടക്കാർ വന്ന് കാണുവോ, നാളെ എങ്ങനെ ഞാൻ സ്ഥലം വിടും എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദൈവദാസം പ്രസംഗിച്ചൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിത് കാരണം കുറെ കണ്ടതല്ലയോ, ബന്ധക്കോസിൽ പോയി സ്നാനപ്പെട്ട് തിരുവത്താഴം ഒക്കെ എടുത്ത് കുറെ നാള് ഇതിനകത്തായിരുന്നോണ്ട് എനിക്കിതൊരു പുതുമയൊന്നും തോന്നിയില്ല. പക്ഷേ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണെന്നും മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു. ആ ദൈവദാസൻ പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ കൂടെ വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് ചോദിച്ചു, നാട് വിട്ടു പോവാ അല്ലേ? ഞാൻ പറഞ്ഞു, നാട് വിട്ടു പോവല്ലാതെ വേറെ വഴിയില്ലെന്ന്. ഉടനെ പാസ്റ്റർ പറയാ, നീ നാട് വിട്ടു പോകണ്ട, അനേകം നാടുകളിൽ കർത്താവ് നിന്നെ അയക്കാൻ പോവാണ്. എനിക്ക് ആദ്യം ഏറ്റെടുക്കാൻ പറ്റിയില്ല. ഇവിടെ പറയാം, നീ നാട് വിട്ടു പോകണ്ട, നിന്നെ അനേകം നാടുകളിൽ ദൈവം അയക്കാൻ പോവാ. ഇന്ന് കർത്താവിന്റെ വിശ്വസ്തത ഞാൻ ഓർക്കുമായിരുന്നു. 22 വർഷം കൊണ്ട് എത്ര രാജ്യങ്ങൾ, എത്ര പട്ടണങ്ങൾ, പ്രീ ഡിഗ്രി പോലും ജയിക്കാത്ത ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ തുറന്നു പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, എന്നെ ഈ സാക്ഷ്യം കേട്ടിട്ടൊന്നും ആരും വിദേശ രാജ്യത്തൊന്നും ശുശ്രൂഷയ്ക്ക് വിളിക്കണ്ട. കാരണം എന്നെ ദൈവം ശുശ്രൂഷയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പണ്ട് ദൈവാത്മാവ് പറഞ്ഞു, മോനെ, കൊർന്നല്യോസിന്റെ വീടിനകത്ത് ഞാൻ പത്രോസിനെ അയച്ചത് അവന്റെ ശുശ്രൂഷ യൂട്യൂബിൽ കണ്ടിട്ടോ പവർ വിഷനിൽ കണ്ടിട്ടോ അല്ല, എൻ്റെ ദൂതനെ വിട്ട് ഞാൻ പേര് പറയിപ്പിച്ച് അവനെ വരുത്തി പ്രസംഗം കേൾക്കാനെന്ന് പറഞ്ഞ പോലെ നിന്നെ ഞാൻ അനേക ദേശങ്ങളിൽ അയക്കാൻ പോവാ. ഇന്ന് വരെ ഞാൻ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ, ഏതൊക്കെ സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ടോ, അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. എനിക്കതറിയാം, എനിക്ക് ആ പ്രാഗൽഭ്യമുണ്ട്. ഞാനിപ്പോൾ തന്നെ ഞങ്ങൾ ആന്ധ്രയിൽ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അവിടുന്ന് വീണ്ടും ഞങ്ങൾ ബാംഗ്ലൂരിൽ ചെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ
സിലിഗുരി പോയിട്ട് സിലിഗുരിയിൽ നിന്ന് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ പോയി, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഭൂട്ടാനിൽ പോയി, ഭൂട്ടാനിൽ നിന്ന് ഞങ്ങൾ വീണ്ടും സിലിഗുരി വന്ന് അവിടുന്ന് നേപ്പാളിൽ പോയിട്ട് അവിടുന്ന് ഡാർജിലിംഗിൽ പോയിട്ട് വീണ്ടും നെടുമ്പാശ്ശേരി വന്ന് വീണ്ടും നാട്ടിൽ വന്ന് കാർ എടുത്ത് ഓടിച്ച് ബാംഗ്ലൂരിൽ പോയി IPCയുടെ സെൻറ്ററിൻ്റെ മീറ്റിംഗ് പ്രസംഗിച്ച് വീണ്ടും വന്ന് ട്രെയിനിൽ കയറി ചെന്നൈ IPC പ്രസംഗിച്ച് വീണ്ടും വന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ക്യാമ്പും പ്രസംഗിച്ച് ഞങ്ങൾ കൊല്ലത്ത് പ്രസംഗിച്ചിട്ട് വീണ്ടും പാലക്കാട് നവജീവൻ ചർച്ചിൽ പ്രസംഗിച്ച് ഇവിടെ വന്നിരുന്ന് ആരോമ TV കൂടെ നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ 1.5 മാസത്തെ ഷെഡ്യൂൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഒരിക്കലും ഫോഷ്ക്ക് പറയത്തില്ല, കർത്താവ് ഒരിക്കലും ഫോഷ്ക്ക് പറയത്തില്ല. എൻ്റെ തലയെ പിടിച്ചിട്ട് 2002 ഏപ്രിൽ മാസം 20-ാം തീയതി രാത്രി പകല് ആ ദൈവദാസൻ പറയാം, നീയായിട്ട് നാട് വിട്ടു പോകണ്ട, അനേകം നാടുകളിൽ കർത്താവ് നിന്നെ അയക്കാൻ പോവാന്ന്. 22 വർഷം കൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, യേശുക്രിസ്തു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമാണ്. ഫോഷ്ക്ക് പറയാൻ യേശുക്രിസ്തു വെറും മനുഷ്യനല്ല, അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. ആ ദൈവദാസൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുത്തില്ല, പക്ഷെ തുടർന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെട്ടപ്പോൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നോട് ചോദിച്ചു, തടി കൊണ്ടുള്ള പഴയ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നു ചോദിച്ചു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ പഴയ 100 വർഷം പഴക്കമുള്ള തടി കൊണ്ടുള്ള ഒരു തറവാട്, അത് ഇന്ന് വരുന്നവർക്ക് ഡോർമെട്രി ആക്കിയേക്കുക. അവിടെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നത്, അതിനകത്തൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു, അനുഭവിച്ചോ? ഞാൻ പറഞ്ഞു അനുഭവിച്ചില്ല. എന്നോട് ചോദിച്ചു, വിദ്യാഭ്യാസം പാതി വഴി ഉപേക്ഷിച്ചല്ലേ? ഞാൻ പറഞ്ഞു ഉപേക്ഷിച്ചു. എന്നോട് ചോദിച്ചു, ഫാദർ എന്നാടാ മരിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് വർഷമായി. മോനെ മരിക്കേണ്ടിയിട്ട് മരിച്ചാലടാ, എതിർത്ത് നിൽക്കാൻ ആരും ഇല്ലാതെ പോയെന്ന്. ഞാനത് മരിക്കുമ്പോൾ എതിർത്ത് നിൽക്കാൻ, ഇപ്പം ഒരാൾ മരിക്കാൻ നേരത്ത് നമുക്ക് പറയാൻ പറ്റുമോ? മരിക്കല്ലെന്നാ പറഞ്ഞത്. എനിക്കത് പിടികിട്ടിയില്ല. അടുത്ത് എന്നോട് പറഞ്ഞു, മോനെ വള്ളം കെട്ടിയിട്ടിട്ട് തുഴഞ്ഞാൽ എവിടം വരെ പോകുന്നു ചോദിച്ചു. ഒരു വള്ളം കെട്ടിയിട്ടിട്ട് തുഴഞ്ഞാൽ എവിടം വരെ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞ അധികം പോകത്തില്ല. അടുത്ത എന്നോട് പറയാം, മോനെ നീ ഒരു കെട്ടിയിട്ട വള്ളമാണ് ഇതുവരെ തുഴഞ്ഞുകൊണ്ടിരുന്നത്, നീ കയ്യും കാലും ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വള്ളം നീങ്ങുന്നില്ല. നീ തുഴ വലിച്ചെറിഞ്ഞേച്ച് നിരാശപ്പെട്ട ആ വള്ളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. അടുത്ത വാക്ക് അദ്ദേഹം പറയുക, മോനെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ആ കെട്ടഴിക്കും. ആ കെട്ടഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനും പറ്റാത്ത കാര്യങ്ങൾ. അപ്പം ആദ്യം എനിക്കിത് വിശ്വാസം വന്നില്ലെങ്കിലും എന്നെ കൂടുതൽ സ്പർശിച്ച ഒരു കാര്യം, എന്നോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലോട്ട് കയറി പോകുമ്പോൾ ആദ്യം ഒരു ഡോറില്ലേ, ആ ഡോറിൽ കൂടെ അകത്തോട്ട് കയറുന്ന പറഞ്ഞാൽ വേറൊരു കട്ടളയുണ്ട്, ജനല് കഥക്. അതിന്റെ കട്ടള നിലത്തൂന്ന് 2 അടി ഉയരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അറയും നിലവറക്കുഴിയും പത്തായവും ഒക്കെ ഉള്ള പഴയ വീടാ. ഞാനിപ്പോൾ അത് പഴയ രീതി ക്രമീകരിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോളിഷൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വരുന്നവർക്ക് താമസിക്കായിട്ടിരിക്കുക. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എനിക്ക് മനസ്സിലായി, എന്തോ വ്യക്തമായി ദൈവാസം കണ്ടിട്ടാ പറയുന്നത്. അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, എന്നെ അറിയുന്ന ഏതോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന്. രക്തസ്രാവക്കാരി യേശുവിന്റെ പുറകിൽ കൂടെ ചെന്ന് വസ്ത്രത്തെ തൊട്ടപ്പോഴും അവർക്ക് ബ്ലീഡിങ് ആണെന്ന് അറിഞ്ഞ് ഇറങ്ങി വന്ന ആ സ്ത്രീയെ സൗഖ്യമാക്കിയ ആ ദിവ്യ ശക്തിയെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. അപ്പൊ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ മോനച്ചൻ അങ്ങ് പോകാൻ ധൃതി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനച്ച പോകരുത്, എനിക്ക് 2 കാര്യം ഈ പാസ്റ്ററോട് ചോദിക്കണം, 2 കാര്യം. അങ്ങനെ ഞാൻ പാസ്റ്റർ മുറിക്കകത്ത് തിരിച്ചു കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റേ എനിക്ക് 2 കാര്യം അറിയണം. പാസ്റ്റർ ചോദിച്ചാൽ എന്നാന്ന്? ഞാൻ പറഞ്ഞു, പാസ്റ്റേ മോനച്ചൻ വല്ലതും പറഞ്ഞായിരുന്നു, എന്റെ കാര്യം വല്ലതും പറഞ്ഞത്. ഞങ്ങൾ താമസിച്ചാ ചെന്നതും, മീറ്റിംഗ് തുടങ്ങിയ പിന്നെ ചെന്ന്. അപ്പൊ എന്നോട് ചെയ്ത് മോനിച്ചൻ. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഞങ്ങൾ തടിയും കൊണ്ടുള്ള വീട്ടിലാണ് താമസിക്കുന്നു, എനിക്ക് കടമാണെന്നും ഞാൻ വീട് വിട്ടു പോകാമെന്നും പാസ്റ്ററോട് ആരാ പറഞ്ഞു? എനിക്കിത് ഭയങ്കര ഒരു അനുഭവമായിപ്പോയി. എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവം, പച്ചയ്ക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വിളിച്ചു പറയും. അപ്പൊ എന്നോട് വളരെ ശാന്തമായിട്ട് ഈ പാസ്റ്റർ പറയാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ എന്നെ അറിയാവൂ? അപ്പൊ എന്നോട് പറയാം, നിന്നെ അറിയാം, നിന്റെ അപ്പൂപ്പനെ അറിയാം, ഒന്നും വിടാനില്ല, പോടാ. ആരെയാടാ ദൈവാത്മാവിനെ അറിയാൻ വയ്യാത്ത? അപ്പൊ എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. എന്നെ ഇത്രയും ക്ലിയറായിട്ട് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല ഞാൻ വീട് വിട്ടു പോവാന്ന്. പക്ഷെ നമ്മുടെ നെടുവീർപ്പുകളെയൊക്കെ അറിയുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് ഞാൻ അതുകൊണ്ട് 22 വർഷമായിട്ട് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തിൽ ശുശ്രൂഷിക്കുകയും സെമിനാറുകൾ നടത്തുകയും ഒരുപാട് പേര് ഇവിടെ വന്ന വിഷയം പ്രാപിക്കുകയൊക്കെ ചെയ്തു. കാരണം എനിക്കറിയത്തില്ലായിരുന്നു. ഈ ദേവദാസനോട് ഞാൻ 2ാമതൊരു ചോദ്യം ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞില്ലേ ആ കെട്ട് അഴിയുവാണെങ്കിൽ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, മാറ്റങ്ങൾ വരുമെന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് ഈ കെട്ടെല്ലാം ഒന്ന് അഴിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ പാസ്റ്റർ പറയാ, നിന്റെ വീട്ടിൽ വന്ന് കെട്ടഴിക്കുന്നതല്ല എൻ്റെ ജോലിയെന്ന്.
അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്റ്ററല്ലേ പറഞ്ഞത് വള്ളം കെട്ടിയിട്ടിട്ട് തുഴയുക, കെട്ടഴിയുവാണെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. അപ്പൊ എന്നോട് പറയാ, ഞാൻ വന്ന് അഴിക്കാമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ആരഴിക്കും? അപ്പൊ എന്നോട് ചോദിക്കുക, നീ വേദോത്സവം വായിക്കാറില്ല? ഞാൻ പറഞ്ഞു, വായിക്കും. ശിംശോന്റെ 2 കൈയും പുറമോട്ട് കെട്ടിയിട്ടിരിക്കുമ്പോ അവന്റെ അമ്മാവനോ അളിയനോ വല്ലോ ആന്നോ വന്ന് കെട്ടഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല. സൺഡേ സ്കൂൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, യഹോവയുടെ ആത്മാവ് വന്നപ്പോ ആ കെട്ടെല്ലാം അഴിഞ്ഞു. എന്നാലേ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശിംശോനും ഏലിയാവും എലീശയ്ക്കും ദാവീദിനും ഒക്കെ മാത്രമേ പഴയ നിയമത്തിൽ അനുഭവം കിട്ടിയുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, പുത്രിപുത്രന്മാർ, യൗവനക്കാർ, വൃദ്ധന്മാർ, ദാസീദാസന്മാർ എല്ലാവരുടെ മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വരുമ്പോ എല്ലാം കെട്ടു അഴിയുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ, യേശുക്രിസ്തു എങ്ങനെയാണ് ആ ഉയർത്തെഴുന്നേറ്റത്? സത്യം പറഞ്ഞ എനിക്ക് ദേഷ്യവും വരുന്നുണ്ട്. കാരണം ഞാൻ വീട് വിട്ട് വന്ന് നിൽക്കുക. എങ്ങനെയും യേശുക്രിസ്തു എങ്ങനെ ഉയർത്തെഴുന്നേറ്റെന്ന് അറിയാനല്ലല്ലോ ഇപ്പൊ ഞാൻ മണിമല ചെന്നത്. ഈ മോനച്ചനെ കൊണ്ടുപോയതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ മിണ്ടാതെ നിന്നപ്പോ എന്നോട് ചോദിച്ചു, വേദപുസ്തകം ഒന്നും വായിക്കത്തില്ലല്ലയോ? ഞാൻ അത്യാവശ്യം വായിക്കും. മോനെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേക്കാൻ കാരണം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ വായിച്ചു നോക്കാൻ പറഞ്ഞു. അന്ന് എന്റെ കണ്ണ് തുറക്കുന്ന ശരിക്കും. കർത്താവിന്റെ ദാസൻ പറയാം, യേശു ദൈവമായതുകൊണ്ട് എഴുന്നേറ്റതല്ല, സമ്പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഇവിടെ വന്നത്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപനാക്കപ്പെട്ടു. അവന്റെ ശക്തി ഓട്ട് കഷ്ണം പോലെയായി, അവന്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ കീറി, അങ്ങനെ മനുഷ്യക്കോലം നഷ്ടപ്പെട്ടവനായി ശീലക്കകത്ത് പൊതിഞ്ഞ് കല്ലറ വെച്ച് കല്ലറ പൂട്ടി താക്കോല് കോടതി കൊണ്ടിട്ടിട്ട് തികയാഞ്ഞിട്ട് അവന്മാര് പട്ടാളക്കാരെയും കാവൽ നിർത്തി. പക്ഷേ അവിടെ എഴുതിയിരിക്കുക, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്. എന്നോട് ചോദിച്ച അവൻ ആരാ? ഇത്ര വലിയ മരണത്തിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച അവൻ ആരാ? ഞാൻ മിണ്ടാതെ നിന്നപ്പോ എന്നോട് പറയാ, റോമർ 8:11 നോക്കാൻ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിന്റെ മേൽ വരുവാണെങ്കിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. അത് മരണത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ന് നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ്. ഇപ്പൊ തന്നെ ഒരു ഉയർച്ച, ഇവിടെ വെച്ച് തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അത് ആത്മീയമായും ഭൗതികമായും എല്ലാ രീതിയിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിനക്കുണ്ടാകുമെന്ന്. അപ്പൊ യേശുവിനെ ഉയർപ്പിച്ച ആത്മാവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടോ? നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ ഒന്നും പ്രാപിച്ചില്ല പാസ്റ്ററെ. എന്നോട് ചോദിച്ചു, നീ സ്നാനപ്പെട്ടതാണോ? ഞാൻ 95-ല് ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ സ്നാനപ്പെട്ടതാ. അങ്ങനെ എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാ കെട്ടും അഴിയാൻ പോവാ, നീ അനേകരുടെ ഇടയിൽ സാക്ഷിയാകാൻ പോവാ. ഇന്ന് ഞാൻ ഈ ഇത്രയും വലിയൊരു ചാനലിൽ കൂടെ അനേക ആയിരങ്ങൾ ലോകമെമ്പാടും ഇന്ന് ദൈവദാസന്മാര് ശുശ്രൂഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അരോമ ടിവിക്കകത്തൂടെ ഞാൻ ഇന്ന് കർത്താവിനെ സാക്ഷീകരിക്കുമ്പോൾ ഇതെല്ലാം ഒരു പ്രവചന നിവൃത്തിയാ. പാസ്റ്റേ, ഞാൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ചെന്നെത്താൻ പറ്റാത്തടത്ത് നീ മീഡിയയിലൂടെ അനേകരുടെ ബെഡ്റൂമിനകത്ത് എൻ്റെ സാക്ഷ്യം എത്തിക്കുമെന്ന്. ഈ മീഡിയയിലൂടെ അനേകരുടെ മുറിക്കകത്ത് ലോകരാജ്യങ്ങളിൽ എത്തി, ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ഇങ്ങനെ മീഡിയയിലൂടെ അനേകരോട് സംസാരിക്കാൻ ദൈവം ഭാഗ്യം തരുമ്പോൾ ഇത് യാദൃശ്ചികമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനേകരുടെ നടുവിൽ എൻ്റെ സാക്ഷിയാക്കും. ഞാനൊരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി പറയുകയാണ്, കർത്താവിന്റെ വിശ്വസ്തത ഓർത്ത്. ഞാൻ പറയട്ടെ, അന്ന് ദൈവദാസൻ എന്നോട് ചോദിച്ചു, മോനെ, എന്നോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ എനിക്കൊരു വെളിപ്പാട്ട്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വചനത്തിൽ നിന്ന് കിട്ടിയ ഒരു വെളിപ്പാട്, അല്ലാതെ ഒരു ദൈവദാസൻ വന്ന് കിടന്ന് ശാസിക്കോ ഫൽസിക്കോ ചെയ്ത് പെട്ടെന്നൊരു അത്ഭുതം നടന്നതല്ല. എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില വചനഭാഗങ്ങൾ, അത് ഞാൻ അത്യാവശ്യക്കാരനായിട്ട്, പ്രത്യേകിച്ച് ഈ വെളിപ്പാട് ദൈവദാസൻ പറഞ്ഞതെല്ലാം സത്യമായതുകൊണ്ട് ഞാൻ ഒരു കാണപ്പെട്ട ദൈവത്തെ പോലെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ അതുപോലെ ഏറ്റെടുത്ത്, ഈ ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ വചനങ്ങളെ കേട്ടിട്ട് തലയാട്ടുന്നവനല്ല, കേട്ട് ചെയ്യുന്നവൻ പാറമേ പണിത വീട് പോലെ. കേട്ടിട്ട് ചെയ്തു നോക്കിയതാണ് ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ. ചെയ്തു നോക്കി, എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, തലയാട്ടിയിട്ട് പോരുമല്ലായിരുന്നു, ഇവിടെ വന്നത് ചെയ്തു നോക്കി. എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഈ ദൂതിനകത്തൂടെ എനിക്ക് ഞാൻ പറയട്ടെ, നിങ്ങളൊരു പക്ഷെ വിചാരിക്കും ഞാൻ കഥ പറയുവാൻ. അല്ല, ഞാൻ ഇന്നലെയും പാലക്കാട്ട് ഈ അനുഭവം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ഈ കൊശവന്റെ വീട്ടിലോട്ട് യിരെമ്യാവിനെ ദൈവം പറഞ്ഞു വിട്ടു. അപ്പൊ യിരെമ്യാവ് പറഞ്ഞാണ്, ദൈവമേ, കൊശവൻ പാത്രം ഉണ്ടാക്കുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, അതിനി എന്നോ കാണാൻ. ദൈവം പറഞ്ഞു, മിണ്ടാതെ അവിടെ പോയിരുന്നു നോക്കാൻ പറഞ്ഞു. അപ്പൊ ചെന്നപ്പോൾ കൊശവൻ ഒരു പാത്രം ഉണ്ടാക്കുന്നു, അതങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോയി. കൊശവൻ അത് ചവിട്ടിക്കൂട്ടി വീണ്ടും മറ്റൊരു പാത്രമാക്കി മാറ്റുന്നു.
അപ്പൊ ഒന്ന് പൊട്ടിപ്പോയിട്ട് വേറൊരു പാത്രം ഉണ്ടാക്കിയപ്പോൾ അതിനകത്തൂടെ യിരെമ്യാവിനൊരു ദൂത് കിട്ടി. ഇസ്രായേൽ എന്റെ കൈകളിൽ ഇതുപോലാണ്, അത് തകർന്നുടഞ്ഞു പോയാലും ഞാനതിനെ പണിത് മറ്റൊരു മാന്യപാത്രമാക്കി തീർക്കുമെന്ന്. കൊശവന്റെ പാത്രം പണിയുന്നതിനകത്തൂടെ ഒരു ദൂത്, ഒരു സന്ദേശം യിരെമ്യാവിന് കൊടുത്തെങ്കിൽ, ഞാനിത് കഥ പോലെ പറഞ്ഞാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയാം, ഇതിനകത്തൂടെ നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. ഇതിനകത്തൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് നിശ്ചയമായും നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ അനുഭവങ്ങൾക്കകത്തൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കും. കാരണം വിവിധ നിലകളിലാണ് ദൈവം സംസാരിക്കും. വചനത്തിലൂടെ സംസാരിക്കും, അനുഭവങ്ങളോട് സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. ദൈവത്തിന് തീക്കകത്തൂടെയും വെള്ളത്തിൽ കൂടെയും കാറ്റിനകത്തൂടെ എല്ലാം വഴിയുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ നല്ല ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, എന്നോട് ദൈവാത്മാ ഇടപെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു വേണം നീ ഈ സാക്ഷ്യം പറയാൻ. കാരണം ഇത് അനേകർക്ക് ഒരു മറുപടിയായിട്ട് വരാൻ പോകുകയാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് രണ്ടും അല്ലാത്ത പരുവത്തിൽ വിട്ടുപോകാനൊക്കെ അതും വയ്യ. ഒരാളോട് ഞാൻ ഇവിടെ ചോദിച്ചു, സ്നാനപ്പെട്ടതാണോ? എന്നോട് പറയാ പെട്ടുപോയെന്ന്. വേർത്തനോട് ചോദിച്ചപ്പോൾ പറയാ പെട്ട് കിടക്കുവാന്ന്. അങ്ങനെ പെന്തക്കോസ്തി വന്ന് പെട്ട് കിടക്കുന്ന, പെട്ടുപോയെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോയിട്ടില്ല. നിങ്ങൾ ആരെയും പെടുത്തുന്നവനല്ല എൻ്റെ ദൈവം. നമ്മൾ അറിയേണ്ട പോലെ കാര്യങ്ങൾ അറിയണം. കർത്താവ് തന്നെ പറയുന്നുണ്ട്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായാൽ നിങ്ങൾ തെറ്റിപ്പോകും. തിരുവെഴുത്ത് പലർക്കും അറിയാം, പക്ഷെ ദൈവശക്തി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ മരിച്ചവരുടെ എന്നൊരു പുനരുത്ഥാനം നമുക്കുണ്ടാകത്തുള്ളൂ. മരിച്ചു കിടക്കുന്ന അനേകരുടെ നടുവിൽ നിന്ന് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെങ്കിൽ യേശുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാ. ഇന്ന് ബ്രദറൻ സമൂഹത്തിൽ നിന്ന് അനേകർ എൻ്റെ വീട്ടിൽ വന്ന് പലരും അഭിഷേകം പ്രാപിക്കും. സത്യമായിട്ട് പറയാം, TPM-ന്ന് RC-ക്കാര്, യാക്കോക്കാര്, പെന്തക്കോസുകാര്, ജാതി മത സഭാ സാമുദായിക വ്യത്യാസമില്ലാതെ എല്ലാ സുനി ഐക്കാടെന്നുള്ള ഫേസ്ബുക്ക് പേജിനകത്ത് കയറി പുറമോട്ട് സ്ക്രോൾ ചെയ്താൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഓലപ്പര ഇവിടെ ആദ്യം ഉണ്ടാക്കിയത്. ഒരു ഓലപ്പര ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞാൻ എഴുതി വെച്ച്, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരും. ഓലപ്പര ദൈവം നിറച്ചു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ആൾക്കാർ വരാൻ തുടങ്ങി. അവസാനം കൊറോണ കഴിഞ്ഞപ്പോഴാ ദൈവത്തിന്റെ സഹായത്താൽ അതൊരു കെട്ടിടമാക്കി പണിയാനും ഇച്ചിരൂടൊക്കെ സ്ഥലമൊക്കെ മേടിച്ച് ഫുഡ് കഴിക്കാനുള്ള ക്രമീകരണമൊക്കെ വരുത്തി ദൈവം എല്ലാം ഒരു ക്രമീകരണത്തിലേക്ക് വരുത്തി. കാരണം നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്നു കൊടുത്താൽ, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതിക്ക് വേണ്ടി നിന്നു കൊടുത്തപ്പോൾ സ്വർഗത്തിന്റെ മുഴുവൻ പിന്തുണ എനിക്ക് ലഭിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതിക്ക് നിങ്ങൾ ചുമല് കൊടുക്കാമെങ്കിൽ ലോകത്തിൽ ആരും നിങ്ങളോട് നിന്നില്ലെങ്കിലും സ്വർഗവും അല്ലെങ്കിൽ ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും യേശുക്രിസ്തു പരിശുദ്ധാത്മാവും എല്ലാം നിങ്ങൾക്ക് 100% പിന്തുണ തരും. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ യെരുശലേമിലും ദമസ്കസിലൊക്കെ വന്ന് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അത് നിമിത്തം അവരെന്നെ കൊല്ലാൻ പിടിച്ചു, പക്ഷെ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സഹായം ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളോട് അഭിസംബോധന ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പറയട്ടെ, എന്തോ സംഭവിച്ചെന്ന് പറയട്ടെ. ഈ ദൈവദാസനോട് ഞാൻ ചോദിച്ചു, ആര് കെട്ടഴിക്കും? അപ്പൊ എന്നോട് പറയാം, നീ അഴിക്കണം. എന്നിട്ട് എന്നോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനത് പറയാം. എന്നോട് ചോദിച്ചു, ഈ ആദാം മുതലാളി പെട്ടെന്ന് തൊഴിലാളിയായത് എങ്ങനെയാണെന്ന് അറിയാവോ? ആദാം മുതലാളി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തോ ആയിരുന്നു. ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം തന്നെ ഒരു തോട്ടം ഉണ്ടാക്കി. ഇല്ലേ, ബൈബിളിന്റെ തുടക്കം എത്ര സുന്ദരമാ. ഇൻ ദ ബിഗിനിങ്, ഇല്ലേ, എത്ര സുന്ദരമാ. ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം ഒരു തോട്ടം ഉണ്ടാക്കി, ദൈവം തന്നെ അവന്റെ കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തട്ടുകട നടത്തിക്കോളാനല്ല, ഭൂമിയെ വാഴാൻ. ബാക്കിയുള്ളവന്റെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴും ഓഡിറ്റോറിയത്തിന്റെ പൈസ കൊടുക്കാൻ കിടക്കുക. എന്റെ അല്ല, പലരുടെ. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ ഉണ്ടാക്കി, ദൈവം തന്നെ ഒരു തോട്ടം ഉണ്ടാക്കി, ദൈവം തന്നെ കല്യാണം കഴിപ്പിച്ച് ഭൂമിയെ വാഴാൻ പറഞ്ഞിട്ടോ അവൻ ഇഞ്ചി നടാൻ പോയെങ്കിൽ അതെന്താ കാര്യം? ആദാമിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആയില്യം നാളുള്ള ആരെങ്കിലും വന്ന് മുള നാട്ടിയാന്നു? ഏതെങ്കിലും ക്ഷേത്രങ്ങളോ പള്ളികളോ ഏതെങ്കിലും അന്യാരാധന എന്ന് നമ്മളൊക്കെ പറയുന്ന ഏതെങ്കിലും ശക്തികളോ വരത്തുപോക്കോ ഈ എന്തെങ്കിലും പ്രതിസന്ധി, എന്തെങ്കിലും ആഭിചാര ശക്തി ആരെങ്കിലും ചെയ്താന്നോ? അല്ല. ആഭിചാരം ചെയ്യാൻ ഒരു മനുഷ്യനും ഇല്ലല്ലോ. തൊട്ടു മുമ്പിൽ വേറെ ആരും താമസക്കാരില്ലല്ലോ. ചെല്ല് പറയാം, എന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു കാരണം ചുമ്മാതാ. എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഓപ്പോസിറ്റ് താമസിക്കുന്നവരോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ ചാർച്ചക്കാരോ ഇതൊക്കെ ചുമ്മാ വെളിപ്പാട് നഷ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആ വീട്ടുകാരാ, നിങ്ങളുടെ അമ്മ വീട്ടുകാരാ, ഭാര്യ വീട്ടുകാരാന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളും അവരുമായിട്ടുള്ള നല്ല ബന്ധത്തെ തകർത്ത് കളയാൻ, നിങ്ങളെ ഒറ്റപ്പെടുത്താൻ പിശാച് തന്ത്രം മെനയുന്നെങ്കിൽ ഇന്ന് ഇതിനകത്തൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ജഡരക്തങ്ങളല്ല
നമ്മുടെ ശത്രുക്കൾ. മനുഷ്യർക്ക് ആർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് സത്യമായിട്ടും യഥാർത്ഥ പ്രതിയോഗിയെ ഇന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് ഞാൻ ചെയ്തതുപോലെ, ഞാൻ പ്രാർത്ഥിച്ച പോലെ ഒക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാമെങ്കിൽ എൻ്റെ സാക്ഷ്യവും അനുഭവവും കേട്ട് കഴിഞ്ഞ 22 വർഷം കൊണ്ട് എത്രയോ പേര് ദൈവശക്തി അനുഭവിച്ചു, ശുശ്രൂഷ വന്നു. എന്നേക്കാൾ വലിയ അനുഭവങ്ങളുള്ളവരായി എൻ്റെ വീട്ടിൽ ഞാൻ ചിലരെ താമസിപ്പിച്ച് ഇത് പഠിപ്പിച്ചു. അവരഭിഷേകം, ഞങ്ങൾ എന്നെ സ്ഥാനപ്പെടുത്തി അഭിഷേകം പ്രാപിച്ച് ഇന്ന് സത്യം പറയാം എൻ്റെ ക്യാമ്പിൽ അവരെ ഞാൻ ഡേറ്റ് കൊടുത്താൽ അവർക്ക് ഡേറ്റ് തരാനില്ല. അതുപോലെ മിനിസ്ട്രി തിരക്കായിപ്പോയി. ഞാൻ ഓർത്തിനി ഞാൻ തകർന്നു തരിപ്പണമായപ്പം എനിക്ക് മാത്രം ഉണ്ടായ ഒരു അനുഭവം. നല്ല ദൈവശക്തി പ്രാപിക്കണേ തകരണമെന്നോ കടം കയറണമെന്നോ ഒന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ദാഹിക്കുന്നവർക്ക് വേണ്ടിയാ ദൈവശക്തി വ്യാപരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ അനുഭവങ്ങളിൽ കൂടെ പോയത് കൊണ്ടാണ് ഞാനൊക്കെ ഇത് കണ്ടെത്തിയത്. കാരണം കർത്താവിനോട് ശിഷ്യന്മാർ പറയാ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആര് കടക്കുമെന്ന്. അപ്പൊ കർത്താവ് പറയാ, അതൊക്കെ മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആ രീതിയിൽ കൂടെ കടത്തി വിടാൻ ദൈവത്തിന് കഴിയും. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് സ്ഥലമായിട്ട് ആരടാന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിച്ചു വലിയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടന്നിടത്ത് ചില തകർച്ചകൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സത്യദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയാനോ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം, കഷ്ടത്തിലായത് ഗുണമായെന്ന് പറയത്തക്ക രീതിയിൽ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ തകർന്നു പോകണ്ട. കർത്താവ് ഇതെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും, സ്ഥിതിയെല്ലാം മാറ്റും. അപ്പം ഞാൻ ഈ ദേവദാസനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് വചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. ഞാനത് ശ്രദ്ധയോടെ കേട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ ഞാൻ രസകരമായിട്ട് പറയാം, നിങ്ങളത് ഏത് രീതി ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ രസകരമായിട്ട് അങ്ങ് പറയുന്നേ ഉള്ളൂ. ആദാമിന്റെ അനുഭവം ഒന്ന് ഓർത്ത് നോക്കി. തലയ്ക്ക് ചുറ്റും അങ്ങ് പഴമായിരുന്നു. അങ്ങോട്ട് കൈ നീട്ടിയാൽ ഓറഞ്ച്, ഇങ്ങോട്ട് കൈ നീട്ടിയാൽ ആപ്പിള്, മുന്നോട്ട് കൈ നീട്ടിയാൽ മാതള നാരങ്ങ, പുറമോട്ട് കൈ നീട്ടിയാൽ ചിക്കു, മേളിലോട്ട് കൈയിട്ടാ വരിക്കച്ചക്ക, താഴോട്ട് കൈയിട്ടാ തണ്ണിമത്തൻ. തലയ്ക്ക് ചുറ്റും അങ്ങ് പഴമല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു തമാശ പറയട്ടെ, ഒരു പഴത്തേലോട്ട് കയറി ഒരു കടി കടിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു പഴവും ഇല്ലാത്തവനായിട്ട് ഇഞ്ചി നടാൻ പോയി. എന്നോട് ചോദിക്കുക, എടാ ഇത്രയും പഴമായിട്ട് ആദാം അവ്വയുടെ മുടിയും പിന്നെ മൂളിപ്പാട്ടും പാടി ആപ്പിളും തിന്ന് കല്ലയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കണ്ടോളാ തോട്ടമെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു, അവർ രണ്ടുപേരും ഇവിടെ പണിക്ക് പോയെന്ന്. എന്താടാ ഇങ്ങനെ സംഭവിച്ചത്? ഞാൻ മിണ്ടാതെ നിന്നു. കാരണം സത്യം പറയാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ഞാൻ ഇതിനല്ലല്ലോ, ആദാം മുതലാളി എങ്ങനെ തൊഴിലാളിയായെന്ന് അറിയാനല്ലല്ലോ ഞാനിപ്പോ മണിമലയെ വന്നേക്കുന്നേ. മോനച്ചൻ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, ഞാൻ എങ്ങനെയും വീട് വിട്ടാൻ തുടങ്ങുക. പക്ഷെ സരളമായ രീതിയിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എന്തുകൊണ്ടാന്ന് അറിയാവോ? ഞാൻ പറഞ്ഞ അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞു പാപം ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചു പാപം ചെയ്യാൻ കാരണം എന്താ? ഞാൻ മിണ്ടാതെ നിന്നപ്പോ എന്നോട് ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞാലെന്നറിയോ, പാമ്പ് കയറിയതാണ്. നിങ്ങൾ വേദോസം എടുത്ത് വായിച്ചു നോക്ക്. എന്റെ രീതി പറഞ്ഞ ആ പന്നപ്പാമ്പ് വരുന്നിടം വരെ ആ കുടുംബത്തിന് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് വെറും സാക്ഷ്യമായിട്ട് മാത്രമല്ല, ഞാൻ ഇതിനകത്തൂടെ ദൈവനത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ സംസാരിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു വെളിപ്പാടായിട്ട് മാറണം. എനിക്ക് എത്ര സുന്ദരമായിട്ടാ ബൈബിളിനെ ഞാൻ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചാ പഠിക്കുന്നത്. ഒന്ന്, മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു, നാളെ എന്താകും. എനിക്ക് ബൈബിളിനോട് ഇത്രയും സ്നേഹവും ബഹുമാനവും തോന്നാൻ കാര്യം, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നും പറഞ്ഞാൽ ബൈബിൾ ആരംഭിക്കുന്നു, ഈ പ്രപഞ്ചം എങ്ങനെ അവസാനിക്കും എന്ന് പറഞ്ഞാൽ ബൈബിളും അവസാനിക്കുന്നു. ഇന്ന് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ആകാശവും ഭൂമി എങ്ങനെ ഉണ്ടായെന്നും പറഞ്ഞ ബൈബിൾ തുടങ്ങുന്നത്, പുതിയൊരു ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും പറഞ്ഞ ബൈബിൾ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. കൂടപ്പിറപ്പുകളെ, ഈ പാസ്റ്റർ എന്റെ കണ്ണു തുറന്നത്, ഈ ദാനിയൽ ജോൺ പാസ്റ്ററെ പോലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ നാട് വിട്ട് ഗുജറാത്ത് പോലുള്ള ദേശങ്ങളൊക്കെ പോയി കർത്താവിനെ സാക്ഷീകരിക്കുന്ന ഈ ദൈവദാസന്മാരെ സല്യൂട്ട് ചെയ്യാണ്. സത്യമായിട്ട് ഞാൻ പാസ്റ്ററെ സല്യൂട്ട് ചെയ്യും. കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ നന്ദിയോടെ ഞാൻ പറയും, നിങ്ങളെപ്പോലുള്ള ചില ദൈവദാസന്മാര് ജീവനെ പണയം വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷം എല്ലാം വെടിഞ്ഞ് നിങ്ങൾ അന്യദേശത്ത് നിങ്ങൾ പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് അനേക വ്യക്തികളോട് സുവിശേഷം പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള എത്രയോ പേര് കർത്താവിനെ കണ്ടുമുട്ടാൻ, അതുകൊണ്ട് ഇടയശ്രേഷ്ഠം പ്രത്യക്ഷനാകുമ്പോൾ വാടാത്തിരിയുടെ, പ്രത്യേകിച്ച് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെന്ന് പറയണമായിരുന്നു. ഇപ്പൊ ആരോമ TV പോലെയുള്ള ശ്രേഷ്ഠമായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം തുടങ്ങിയിരിക്കുന്ന ഈ മാധ്യമം ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവരുടെ പോക്കറ്റിൽ ഇന്ന് ഈ കർത്താവിന്റെ സാക്ഷ്യം എത്തിക്കാൻ കർത്താവ് മീഡിയ ആരോമ TVയും പ്രിയ ദാനിയൽ ജോൺ പാസ്റ്ററെ കുടുംബത്തെ ദൈവം ഉപയോഗിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലൊരു ദൈവദാസൻ
ഒരു കുഞ്ഞോൻ പാസ്റ്റർ ഇന്ന് നിത്യത വിശ്രമിക്കുന്നു. ആ ദൈവദാസൻ താഴ്മയോടെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ ഭാഗ്യവും. വചനത്തിന്റെ വെളിപ്പാട് ഒരു ദൈവദാസൻ മനസ്സിൽ പൊരുൾ തിരിച്ചത്. ഫിലിപ്പോസ് ഷണ്ണന്റെ വണ്ടിയുടെ പുറകെ ഓടിയതുപോലെ ഇന്ന് അനേകരുടെ പുറകെ ഓടുന്നത് വ്യർത്ഥമാകത്തില്ല. കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോഴാണ് സ്തെഫാനോസിന്റെ മരണത്തിൽ യേശു എഴുന്നേറ്റ് നിന്നപോലെ നിങ്ങളെയൊക്കെ മരണപ്പെട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും യേശു സിംഹാസനം വിട്ട് എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ ആദരിക്കുമെന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം അത്രമാത്രം ശ്രേഷ്ഠമായ ജോലിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ളവർക്ക് ഒരു പക്ഷേ എന്റെ വില അറിയത്തില്ല. ഈ എഫേർട്ടിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ദാനിയേൽ പാസ്റ്ററെ പോലെ ഒരു കുഞ്ഞോൻ പാസ്റ്റർ, ഇതുപോലെ മറ്റൊരാള് എനിക്ക് ലളിതമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ, ആ പാമ്പ് കയറുന്നിടം വരെ എത്ര സുന്ദരമായിരുന്നടാ അവരുടെ ജീവിതം. ഈ പാമ്പ് വന്നോടുകൂടി കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു. നോക്കിയേ, അവര് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കൂലിപ്പണിക്കാല അവര് കൃഷിപ്പണിക്ക് പോകാൻ തുടങ്ങി. മാത്രമല്ല, മൂത്ത ഇറക്കനെ ഇളയ ഇറക്കനെ കൊന്നിട്ട് നാട് വിട്ടു. നിങ്ങൾ ആ വീടിന്റെ അവസ്ഥയൊന്ന് ഓർത്ത്. കായീൻ ഹാബേലിനെ തലക്കടിച്ചു കൊന്നില്ലേ? പെട്ടെന്നല്ലേ ആ കുടുംബത്തിന്റെ അവസ്ഥ മാറിയത്. എന്നിട്ട് ഇദ്ദേഹം എന്നോട് ചോദിക്കുവാണേ, ഏതന് കയറി ആ കുടുംബത്തെ നശിപ്പിച്ചിട്ട് ആ പാമ്പ് എങ്ങോട്ട് പോയെന്ന് അറിയാമോ? അവിടെ നിന്നാ എനിക്ക് വെളിപ്പാട് കിട്ടിയേ. ഏതന് കയറി ആ കുടുംബത്തെ നശിപ്പിച്ചിട്ട് ആ പാമ്പ് എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം ആ പാമ്പ് ഇതിലെ പോയെന്ന് അറിയാനല്ലല്ലോ മണിവല പോയത്. പക്ഷെ എന്നോട് പറഞ്ഞു, നീ മനസ്സിലാക്കണം, ആ പാമ്പ് എന്ത് ചെയ്യാൻ. ഞാൻ മിണ്ടാതെ നിന്നപ്പോ അദ്ദേഹം വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ നിന്ന് പറയുക, ഭൂലോകത്തെ മുഴുവൻ വഞ്ചിക്കുന്ന മഹാസർപ്പമായിട്ട് ആ പഴയ പാമ്പ് വളർന്നു. ലോകം വളർന്ന കൂട്ടത്തിൽ പാമ്പും വളർന്നടാ നിന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ആ പാമ്പ് എന്ത് ചെയ്യുന്നറിയോ? 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ ഇങ്ങോട്ട് കർത്താവിദാസൻ പറഞ്ഞു, ആരെ വിഴുങ്ങണമെന്ന് നോക്കി അലറുന്ന സിംഹത്തിന്റെ കൂട്ട് ഇപ്പൊ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന്, നിനക്ക് മാത്രമല്ല നിന്റെ സഹോദര വർഗത്തിന് ഉൾപ്പെടെ ഈ വിധത്തിലുള്ള കഷ്ടങ്ങൾ വരുന്നതിന്റെ കാരണം ഈ സിംഹം പോലെ അവൻ ഇപ്പൊ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അവനോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയുമോ അവർക്ക് മാത്രമേ ഇനി സമാധാനമുള്ളൂ. ഇതൊരു വെളിപ്പാടാ കേട്ടോ. അവനെ ജയിക്കാൻ ആർക്ക് കഴിയുമോ അവർക്ക് മാത്രമേ ഇനി സമാധാനമുള്ളൂ. എന്നോട് ചുരുക്കി പറഞ്ഞ എന്നോട് പറയാ, മോനെ, ഏതനി കയറി നാശം ഉണ്ടാക്കിയ പാമ്പുണ്ടല്ലോ, റാന്നിക്ക് വന്നു നിങ്ങളുടെ വീട്ടിൽ കയറി ഇരിപ്പുണ്ടെന്ന്. അത് നിങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ടാ. എന്നോട് ചോദിച്ചു, മുടിഞ്ഞില്ലേ, നശിച്ചില്ലേ, ഏക്കർ കണക്കിന് സ്ഥലമില്ലായിരുന്നോ, അനുഭവിച്ചോ, വിദ്യാഭ്യാസം പൂർത്തീകരിച്ചോ, പലതും തുടങ്ങിയല്ലോ, പൂർത്തീകരിച്ചോ. മുടിക്കുവാനും അറുക്കുവാനും മോഷ്ടിക്കുവാനുമായിട്ട് ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു അറിവിന് വേണ്ടി ഒരു കാര്യം പറയും. ഈ പത്രോസ് ദൈവത്തെയും സാത്താനെയും ഒരേ വായിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് 1 പത്രോസ് 5-6 മുതൽ. അവിടെ പറയാ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ, കരുതുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പറയാ, എന്നാൽ നിർമ്മതരായിരുന്നോണം, ഉണർന്നിരുന്നോണം. നിങ്ങളുടെ പ്രതിയാകിയായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ ചുറ്റിത്തിരിഞ്ഞ് സിംഹത്തെ പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ, ഉയർത്താൻ ഒരു ദൈവമുള്ളപ്പോൾ തന്നെ വിഴുങ്ങിക്കളയുന്ന ശക്തികൾ ഈ ഭൂമിയിലുണ്ട്. നിർഭാഗ്യവശാൽ പലപ്പോഴും ആളുകൾ ചെന്ന് ചാടുന്നത് വായും പൊളിച്ച് നടക്കുന്ന പിശാചിന്റെ കയ്യിലാണ്. ദൈവസന്നിധിയിൽ ചുരുക്കം പേരെ നിർഭാഗ്യവശാൽ വരുന്നുള്ളൂ. ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ചുരുക്കം പേരെ ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാവരും വിശാലമായ വഴിയിലൂടെ സാത്താന്റെ ആലോചന അനുസരിച്ച് നരകത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ, ഭാഗ്യവശാൽ ബോബസിന്റെ വയലിൽ രൂത്ത് എന്ന് ചാടിയ പോലെ നമുക്കൊക്കെ ഈ കൃപയിലേക്ക് വരാൻ ദൈവം സഹായിച്ചതിന് 100 നന്ദി സ്തോത്രവും കർത്താവിന് അർപ്പിക്കുകയാണ്. ഭാഗ്യവശാൽ വന്നു ചാടിയതാ. ഈ ദേവദാസൻ പറഞ്ഞു, മോനെ, ആ പാമ്പ് നിന്റെ വീടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ പാമ്പിനെ പിടിക്കണം, അതിനെ പുറത്താക്കണം. ഞാൻ പറഞ്ഞു, ഫാസ്റ്റർ വന്ന് പുറത്താക്കണം. അപ്പൊ എന്നോട് ചോദിച്ചു, വചനമൊന്നും അറിയത്തില്ലല്ലേ ഇത്രയും നാളായിട്ട്? ഞാൻ ചോദിച്ചു, എന്നാ ഫാസ്റ്ററെ? മോനെ, ഒരു ദുരാത്മാവിനെ നമ്മൾ ചാടിക്കേറി വീട്ടിൽ നിന്ന് പുറത്താക്കിയാലുണ്ടല്ലോ, അത് അതിനേക്കാളും ബലമേറിയ 7 എണ്ണത്തെ കൂടെ കൂട്ടിക്കൊണ്ട് അത് വിട്ടുപോയ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആ വീടിന്റെ സ്ഥിതി പണ്ടത്തെക്കാളും മോശമായി പോകും. അതുകൊണ്ടേ ഞാൻ വന്ന് ശാസിക്കാം. എന്നോട് കുഞ്ഞോമ്പാസ് പറയാ, എടാ, ഞാൻ റാന്നി വരെ വരുന്നതല്ല ഉള്ളൂ, എനിക്ക് ഇവിടുന്ന് വരാൻ 20 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ വന്ന് ശാസിക്കാം അവിടെ. പക്ഷെ ഞാൻ ശാസിച്ചു മണിമല വരുന്നതിന് മുമ്പേ
വേറെ ശക്തികളെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കയറുന്ന ഇന്നത്തെ സ്ഥിതിയൊക്കെ മോശമാവും. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും ദൈവദാസന്, ഞാൻ എന്ത് ചെയ്യേണ്ട പറ. മോനെ, എവിടുന്നേലും വരുന്ന ദൈവദാസന്മാരെ കണ്ടല്ല പിശാച് ഓടിപ്പോണ്ടത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് ശാസിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. നീ ഇത് ഏറ്റെടുക്കണം. ഞാൻ ചോദിച്ചു, എനിക്ക് ഏറ്റെടുക്കാൻ പറ്റൂ? ഞാൻ പിശാചിനെ ഇറക്കാതെ, ഞാൻ പിശാചിനെ ഓടിക്കാൻ എന്നെ കൊണ്ട് കഴിയൂ? അപ്പൊ എന്നോട് ചോദിക്കുക, നീ അഭിഷേകം പ്രാപിച്ചാണോ? ഞാൻ പറഞ്ഞു, ഞാൻ അഭിഷേകം ഒന്നും പ്രാപിച്ചല്ല. അപ്പൊ എന്നോട് ചോദിച്ചു, മോനെ, അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെടാമെങ്കിലേ, സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചാവട്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ട്. അന്നേരം ശരിക്കും സ്നാനത്തെ കുറിച്ച് എന്നോട് പറയാം, നീ സ്നാനപ്പെട്ടാണോ അഭിഷേകം പ്രാപിച്ചത്? സത്യം പറയാൻ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഈ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ചാവണം, ഈ പ്രശ്നമല്ല അങ്ങ് മാറും. എല്ലാ ഉപദേശിമാരും പറയുന്നത് സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. ചില വിചാരിക്കുന്ന എങ്ങനെയാലും ഈ പ്രതിസന്ധിയുടെ നടുവിൽ സ്നാനപ്പെടുത്തി അങ്ങ് ബന്ധക്കോസി കൊണ്ടുപോകാൻ ഇവര് പറയുന്നത് അല്ല. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ദൈവദാസന്മാർ സ്നാനപ്പെടണമെന്നും അഭിഷേകം പ്രാപിക്കണമെന്നും ഈ രണ്ട് കാര്യം നിർബന്ധമായിട്ട് പറയുന്നത് എന്നാന്ന് എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം. ഈ സ്നാനപ്പെട്ടാണോ എന്ന് ചോദിക്കാൻ കാര്യം, കർത്താനാസം പറയാ, മർക്കോസ് 16:16 നീ കണ്ടോ? വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നിട്ട് പറയാ, വിശ്വസിച്ച് സ്നാനപ്പെടുന്നവരിലൂടെ ഏതാണ്ട് 4-5 കൂട്ടം കാര്യങ്ങൾ നടക്കും. അതിലൊന്ന്, ഭൂതങ്ങളെ അവർ പുറത്താക്കും. അതിലേറ്റവും എനിക്ക് ടച്ച് ചെയ്ത് എന്നാന്നറിയോ? അവർ രോഗിയുടെ മേൽ കൈവെക്കും, അതൊക്കെ ശരിയാ. പക്ഷെ ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ നടത്തില്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് അവിടെ കിടപ്പുണ്ട്. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പാമ്പുപിടുത്തക്കാരാകുമെന്നല്ല. സത്യത്തിൽ അവിടെ എഴുതിയേക്കുന്നുണ്ടോ? സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഏത് സർപ്പത്തെയാ? ഇവിടുത്തെ നീർക്കോലിയും മൂർഖനെയും 8 അടി മൂർഖനെയും ഒക്കെ വാവാ സുരേഷ് വന്ന് പിടിച്ചോളും. ഫോൺ ചെയ്താൽ മതി, തിരുവനന്തപുരത്തുനിന്ന് വരും. വാവാ സുരേഷ് വന്ന് ഇവിടുത്തെ ചേരെ പിടിക്കുമ്പോൾ മഹാസർപ്പത്തെ പിടിക്കാൻ ഇവിടെ സാധാരണ വാവാ സുരേഷിനൊന്നും കഴിയത്തില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊന്നും കഴിയത്തില്ല. ഈ പഴയ പാമ്പിനെ പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞില്ലേ, പഴയ ഒരു പാമ്പുണ്ടെന്ന്, ഔവായെ ചതിച്ച പാമ്പ്. കൊരിന്ത്യാസഭയെ ചതിക്കുമോ എന്നുള്ള പേടി പൗലോസ് പറഞ്ഞില്ലേ? ആ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ കഴകമുള്ളവർ ആരാന്നറിയോ? പാപം ചെയ്യുന്നവർക്ക് ഇതിനെ തടയാനൊക്കത്തില്ല. സ്നാനം എന്ന് പറയുന്ന ഒരു സഭ മാറാനും ഒരു സമുദായം മാറാനും മതം മാറാനല്ല, ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവവുമായിട്ടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ. ഡാനിയൽ പാസ്റ്ററെ, പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തോക്ക് ഉപയോഗിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ ലൈസൻസ് പ്രത്യേകം എടുക്കണം. വേണ്ടി വന്നാൽ ബോംബ് വരെ ഇടാനുള്ള അധികാരം പട്ടാളത്തിൽ ചേർന്നാലുണ്ട്. ഇതുപോലെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും ക്രിസ്തുവിനെ പോലെ. എനിക്ക് അറിയാം, നമ്മുടെ BJP ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും പ്രധാനമന്ത്രി ആകത്തില്ല. ഒരാളോ അല്ലേ പ്രധാനമന്ത്രിയാവും, എല്ലാവരും മോദി ആകത്തില്ല, ബഹുമാനപ്പെട്ട മോദി ആകത്തില്ല. എന്നാൽ ക്രിസ്തുവിനോട് ചേരുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിക്കും. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, അതിലാണെന്നോ പെണ്ണെന്നോ യവനെന്നോ യഹൂദനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒന്നുമില്ല. ആർക്ക് വേണേലും ക്രിസ്തുവിനെ ധരിക്കാം, ക്രിസ്തുവിനെ പോലാകാം. ഈ വെളിപ്പാട് സത്യമായിട്ടാ ഞാനും ദാനിയേൽ പാസ്റ്ററും ഒക്കെ ഈ കർത്താവിന്റെ വേലക്കാരായത്. അല്ലെ, ഞങ്ങളുടെയൊക്കെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ ശുശ്രൂഷ വരാൻ യാതൊരു യോഗ്യതയില്ലാത്തടത്തുനിന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഇങ്ങനെ പ്രാഗൽഭ്യത്തോടെ ഇരുന്ന് ദൈവവചനം സംസാരിക്കാൻ കഴിയുന്നതിന്റെ കാരണം ആണെന്നോ പെണ്ണെന്നോ ദാസനെന്നോ ദാസിയെന്നോ യവനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റെടുക്കാമെങ്കിൽ ഈ ദൂത് ഏറ്റെടുക്കുന്ന നിങ്ങൾ അടുത്ത ക്രിസ്തുവായിട്ട് എഴുന്നേക്കാൻ പോവാ. യേശു അല്ല, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കില്ല. അഭിഷേകം ചെയ്യപ്പെട്ടവൻ, പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവന്റെ പേരാ ക്രിസ്തു. യേശു പ്രത്യേകമായ ഒരു ദൗത്യത്തിന് വേണ്ടി അഭിഷക്തനായി യഹോവയായ ദൈവം സ്നാനമേറ്റ് കയറി യേശുവിനെ പരിശുദ്ധാത്മാവ് നിറച്ചപ്പോൾ യേശുവിനെ അന്നു മുതൽ യേശു ക്രിസ്തു എന്ന് വിളിച്ചു. കാരണം പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ. എന്താ? ബദ്ധന്മാരെ വിടുവിക്കാൻ, കുരുട്ടുകണങ്ങളെ തുറക്കാൻ, പീഡനം അനുഭവിക്കുന്നവരെ സ്വതന്ത്രമാക്കാൻ, സിയോനിലെ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുവാൻ, സുവിശേഷം പ്രസംഗിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ ദൂത് ഏറ്റെടുത്ത് നിങ്ങൾ അവസാനമായി ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെ പ്രാർത്ഥിക്കാക്കി, ഞാനൊക്കെ ചെയ്ത പോലെ പ്രാർത്ഥിക്കാന്നുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തി ആരുടെ സ്വന്തമല്ല. നിങ്ങൾ സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവവചനം പറയുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തരായി സ്നാനപ്പെടുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ കളി മാറും. കാരണം നമ്മുടെ കൂടെ ഒരു ആത്മാവ് കൂടെ അങ്ങ് കൂടുക.
യേശു പറയാ, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, ഞാൻ പോവാ, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോവാ, പക്ഷെ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല. ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് വേറൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ ഞാൻ ആക്കും. പക്ഷെ ലോകം അവനെ കാണുവോ അറിയുവോ ഒന്നും ചെയ്യത്തില്ല. ലോകം അറിയുന്നില്ലെങ്കിലും ദൈവദാസന്മാരുടെ സ്നാനപ്പെട്ട് ദൈവകൃപയെ നിൽക്കുന്ന ഓരോ ദൈവവൈതലിന്റെ കൂടെയും ഒരാത്മാവുണ്ട്. ആ ആത്മാവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏലീശായുടെ കൂടെ ഒരു സൈന്യം ഉണ്ടെന്ന് കൂടെ നിന്ന ബാല്യക്കാരന് അറിയത്തില്ല. അയാൾ കിടന്ന് നിലവിളിച്ചു. ഇരുമ്പ് രഥവുമായിട്ട് കുതിരകളുമായി ഏലീശായെ പിടിക്കാൻ വരുന്ന ആരാം സൈന്യത്തെ കണ്ട് കൂടെ നിന്നവൻ പേടിച്ചു പറഞ്ഞു, ഓടിക്കോ ദൈവദാസനെ ഓടിക്കോ, ഒരു സൈന്യം വരുന്നു. അയാൾ പറയാ, പേടിപ്പിക്കാതൊടു. തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറന്നുകൂടെ, കാണേണ്ട പോലെ ഇവരൊന്ന് കാണട്ടെ. അവന്റെ കണ്ണ് ദൈവം തുറന്നു. ആത്മീക കണ്ണ്, ആന്തരിക കണ്ണ് തുറന്നപ്പോൾ അവൻ സാക്ഷ്യപ്പെടുത്തി, അയ്യോ അവരുടെ ഇരുമ്പ് രഥമാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് അഗ്നിരഥമാണ്, അഗ്നി അശ്വങ്ങളാണ്. അവരോട് കൂടെ ഉള്ളതിനേക്കാളും വലിയൊരു സൈന്യം നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഈ സമയത്ത് ഒരു കാര്യം പറയട്ടെ. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. നമ്മൾ അനാഥരല്ല. കഴിഞ്ഞ 22 വർഷമായി എൻ്റെ അനാഥത്വം എല്ലാം മാറി പടിപടിയായി ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് വരെയും ദൈവം നിർത്തിയിരിക്കുകയാണ്. ഈ വചനത്തിന്റെ വെളിപ്പാട് എൻ്റെ ജീവിതത്തെ മാറ്റി. അദ്ദേഹം പറയാ, മോനെ നീ സ്നാനപ്പെട്ടാണോ എന്ന് ചോദിക്കാൻ കാര്യം, ആ സർപ്പത്തെ പിടിച്ചെടുക്കാൻ സ്നാനപ്പെട്ട ഏത് വ്യക്തിക്കും അധികാരമുണ്ട്. അതിനുള്ള ലൈസൻസ് ആണ്. ഇപ്പൊ സ്നാനം അതിനുള്ള അവകാശം നമുക്ക് തരും. ഇനി സ്നാനപ്പെട്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ പോലീസിന്റെ യൂണിഫോം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല. തോക്ക് വേണ്ടായോ, അല്ലെ വടി വേണ്ടായോ? ഇവ യൂണിഫോം ഇട്ടുകൊണ്ട് മാത്രം പോയാൽ ഒക്കത്തില്ലല്ലോ. കയ്യിൽ ആയുധം വേണ്ടായോ? എന്നോട് പറഞ്ഞു, യൂണിഫോം ആണ് സ്നാനം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അപ്പൊ സാത്താൻ നോക്കുമ്പോൾ സ്നാനപ്പെട്ടതാണെങ്കിൽ നിനക്ക് യൂണിഫോമായി. നിന്നെ അല്ല ഇനി കർത്താവ് ഇനി ലോകം കാണുന്നത്. പിശാച് നിന്നെ കാണുമ്പോൾ കർത്താവിനെയാ കാണുന്നത്. യേശു പറയാ, നിങ്ങളെ കാണുന്നവരെല്ലാം എന്നെ കാണും. അതിന്റെ കാര്യം എന്തോ? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ബൈബിൾ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും എന്റെ ആശയമല്ല, ഞാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ശരീരം, എന്റെ നഗ്ന ശരീരം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാവുന്നത് ഒരു വെള്ള ഉടുപ്പാണ്, ഇല്ലേ? ഈ വെള്ള ഉടുപ്പ് എന്റെ സ്വന്തമല്ല. ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുക, ധരിച്ചിരിക്കുക. എന്നെ കാണുന്നവരിപ്പോ ഏതോ ഒരു കമ്പനിയുടെ ഷർട്ടാ കാണുന്നത്. ഇതുപോലെ സ്നാനപ്പെട്ട ഓരോ വ്യക്തിയെയും ആളുകൾ കാണുമ്പോൾ ആ വ്യക്തി അല്ല കാണുന്നത്, അവൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെയാ കാണുന്നത്. അതാ സ്നാനപ്പെട്ടവന്റെ ധൈര്യം. അതാ സ്നാനത്തെ പിശാച് ഇത്ര എതിർക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ, കത്തോലിക്ക സഭയിലുള്ള ഒരു ജോൺസൺ, അദ്ദേഹത്തിന് 5 കുഞ്ഞുങ്ങളാ. അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുമ്പോഴും പുള്ളി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കുക. എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ സ്നാനപ്പെട്ട തന്നെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല. എനിക്ക് അന്നേരം ഇതിൻ്റെ അകത്തെ ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമായത്. ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അനധികൃതമായി ഈ വീട്ടിൽ പരസ്യമായിട്ട് താമസിപ്പിച്ചാലും ഞാൻ അത് പൊറുക്കും, അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ സ്നാനപ്പെട്ട തങ്ങളെ നാം വീടിനകത്ത് പൊറുപ്പിക്കത്തില്ലെന്ന് ആ സഹോദരി ഈ ദൈവദാസന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ഇറക്കി വിട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോകത്തിൽ എന്തിനേക്കാളും സ്നാനത്തെ സാത്താൻ ഇത്രയും ഭയപ്പെടുന്നതിന്റെ കാരണം അവൻ ക്രിസ്തുവിൽ മറയുകയാണ്. പാറയുടെ പിളർപ്പിലിരിക്കുന്ന കുറുപ്രാവിനെ ഒരു സിംഹത്തിനോ കരടിക്കോ തൊടാൻ കഴിയാത്ത പോലെ സ്നാനപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരി. നിങ്ങൾ സുരക്ഷിതരാണ്. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തൊരു ശിക്ഷാവിലാപ്പെടും. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, യൂണിഫോം ഉണ്ടടാ നിനക്ക്, പക്ഷെ ആയുധമില്ലെന്ന്. യൂണിഫോം ഉണ്ട്, പക്ഷെ ആയുധമില്ല. അതിന്റെ ഒരു മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. അർദ്ധരാത്രിയിൽ രാത്രി 2 മണിക്ക് ഒരു DYSP ആന്ന് പറഞ്ഞാൽ 3-4 സ്റ്റാറും ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അയാൾ ഒറ്റയ്ക്ക് ഒരു വലിയ ഭീകരനെ ടൗണിൽ വെച്ച് പിടിച്ചാൽ, എടാ സ്റ്റാർ കണ്ടോടാ, യൂണിഫോം കണ്ടോടാ, കേരള ജീപ്പിനകത്തെന്ന് പറഞ്ഞാൽ സ്റ്റാറും യൂണിഫോം അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നിടത്ത് ചെലവാകത്തില്ല. സ്റ്റാറും യൂണിഫോം കണ്ടാലൊന്നും അയാൾ കയറത്തില്ല. അവിടെ സ്റ്റാറിനൊന്നും ആ സമയത്ത് വിലയില്ല. കാരണം 2 പേരും ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ
അടിവയർ നോക്കി ഒരു ചാവിട്ട് ഒരിടിയും പെട്ടെന്ന് ലാത്തിയെടുത്ത് ഒരെണ്ണം കൊടുത്തല്ലേ തോക്ക് എളിക്കുന്നു. തോക്കെടുത്തിട്ട് ഹാൻഡ്സ് അപ്പ്, കേറാ വണ്ടിക്കകത്തെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാറോ യൂണിഫോമോ അല്ല ഇവൻ പേടിക്കുന്നത്, അന്നേരം തോക്കിനാ പേടിക്കുന്നത്, അല്ലെ ആ തൊഴിയാ പേടിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും യൂണിഫോം മാത്രം പോരാ. ചിലയിടത്ത് യൂണിഫോം നല്ലതാ, യൂണിഫോം കാണുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചിലർ പേടിക്കും. പക്ഷെ ഇതുപോലുള്ള സാഹചര്യത്തിൽ അധികാരവും വേണം, ശക്തിയും വേണം. ഞാൻ ഈ അവസരത്തിൽ ഒരു വചനം ഓർമ്മ വരുന്നത് അങ്ങ് പറയാ. ശിഷ്യന്മാരെ കർത്താവ് അടുത്ത് വിളിച്ചു. യൂക്കോസ് 9-1 അവൻ തന്റെ ശിഷ്യന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരവും ശക്തിയും, പവർ ആൻഡ് അതോറിറ്റി. അതായത് ഭൂതങ്ങളെ പുറത്താക്കാനും സകല വ്യാധികളെ പൊറപ്പിക്കുവാനും അധികാരവും ശക്തിയും. കണ്ടോ, സ്റ്റാറും യൂണിഫോം അധികാരത്തെ കാണിക്കുന്നു, പക്ഷെ തോക്ക് പവറിനെ കാണിക്കുന്നു. ഒരു ദൈവ വൈതലിന് അധികാരവും ശക്തിയും വേണം. അധികാരം എന്ന് പറയുന്നത് സ്നാനപ്പെട്ടെന്നുള്ളത് ഒരു പ്രാഗൽഭ്യമാണ്, അതൊരു യൂണിഫോമാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. എന്നാൽ സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം തീരത്തില്ലെന്ന് 7 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഞാൻ മനസ്സിലാക്കാൻ. ബാംഗ്ലൂരിൽ വെച്ച് സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിലും മണിമലയെ വെച്ച് ഒരു ദൈവദാസൻ അഭിഷേകത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. അവിടെയാണ് വാസ്തവമായിട്ടും എനിക്ക് ടേണിംഗ് പോയിന്റ് ഉണ്ടായത്, ട്വിസ്റ്റ് ഉണ്ടായത്, ആ തിരിവുണ്ടായത് ഈ ഒരു വെളിപ്പാടിലാണ്. അദ്ദേഹം പറഞ്ഞു, ഓ സ്നാനപ്പെട്ടതാ അല്ലേ? ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടതാ. അഭിഷേകം പ്രാപിച്ചോടാ? ഞാൻ പറഞ്ഞ അഭിഷേകം ഒന്നും പ്രാപിച്ചില്ല. ഞാൻ ചോദിച്ചാ എന്നാ ബാസേ അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിച്ച്, അന്നേരം പറയാ അപ്പോസ്തലപ്പെടുത്തി 1:8 എടുത്തു. അവിടെ വായിക്കുന്ന എന്തുവാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേ വന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷി. എന്നോട് ചോദിച്ചു ശക്തി എന്ന് പറഞ്ഞാൽ എന്നാ? ഞാനിങ്ങനെ മിണ്ടാതെ നിന്നു. എനിക്ക് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് പട്ടണവാതിൽ പറിച്ചെടുത്തതും സിംഹത്തെ അടിച്ചു കൊന്നതും ഒക്കെ ഓർമ്മ വരുതേ. അപ്പൊ എന്നോട് ചോദിച്ചു ശക്തി എന്ന് പറഞ്ഞാൽ എന്നാ? ഞാൻ മിണ്ടാതെ നിന്നപ്പോ എന്നോട് പറയാ ആ ശക്തി എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാം. ഞാൻ പറഞ്ഞു പവർ. അപ്പൊ എന്നോട് ചോദിച്ചു പവർ എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാവൂ? ഞാൻ മിണ്ടാതെ നിന്നപ്പോ അദ്ദേഹം പറയാ, മോനെ പ്രധാനമന്ത്രിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാവൂ? എന്നിട്ട് പറഞ്ഞു, ഒരാനയും ജില്ലാ കളക്ടറും കൂടെ ഇപ്പൊ ഈ ഹോളിന്റെ വെളിയിൽ വന്നാൽ 2 കൂട്ടർക്കും ഈ ഹോള് പൊളിക്കാൻ പറ്റും. ആനയ്ക്കും പൊളിക്കാം, കളക്ടർക്കും പൊളിക്കാം. ജില്ലാ കളക്ടർക്കും ആനയ്ക്കും ഒരുപോലെ ഈ ഹോള് പൊളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ രണ്ടും 2 രീതിയിലാണ് പൊളിക്കുന്നത്. അതായത് ആനയാണെങ്കിൽ കുത്തിപ്പൊളിക്കും, ഫിസിക്കലായിട്ട് ഇടിച്ചു പൊളിക്കും, തൊഴിച്ചു പൊളിക്കും, തുമ്പിക്കൈയോട് ചുറ്റിപ്പിടിച്ച് തൂണെല്ലാം പറിച്ചെടുക്കും. പക്ഷെ കളക്ടർ എങ്ങനെയാ പൊളിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് ചരിഞ്ഞ് നിന്നിട്ട് പറയും പൊളിച്ചു മാറ്റുക. അദ്ദേഹം ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യത്തില്ല, അദ്ദേഹത്തിന്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് പറയും പൊളിച്ചു മാറ്റുക. അടുത്ത ദിവസം ഈ സമയമാകുമ്പോൾ അത് പൊളിച്ചിരിക്കണം. എന്നോട് പറഞ്ഞു, കാറ്റെ അടങ്ങെന്ന് പറയാനല്ലാതെ അന്ത്രയോസിന്റെ ഒറ്റമുണ്ട് വലിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ പടകിനകത്ത് കാറ്റ് കയറുന്നെന്ന് പറയാ, വലിച്ചു പിടിക്കുക, 4 സൈഡിലോട്ട് വലിച്ചു പിടിക്കുക, അടാ കാറ്റ് കയറുന്നടാ, അല്ല പിടിക്കടാ എന്ന് പറയാൻ പറ്റുമോ? കാറ്റ് വലിച്ചു പിടിച്ചാൽ അങ്ങാണ്ട് കാറ്റടങ്ങും? ഇല്ല. അവിടെ എന്നൊക്കെ മറ പിടിച്ചാലും കാറ്റ് കയറും. തിരമാലയെ നമുക്ക് തടയാനൊക്കത്തില്ല. തിരമാല ഇടിച്ചു കയറി വരിക. അവിടെ കമാൻഡാണ് വേണ്ടതെന്ന് ഈ ദേവാസം പറയാം, കമാൻഡ് ചെയ്യണമെന്ന്. അതായത് കൽപ്പിക്കണം, കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകെ. എനിക്കിതൊരു പുതിയ വെളിപ്പാടായിട്ട് അന്നേരം തോന്നി. ഞാനിത് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല. എന്റെ കൂടപ്പറപ്പുകളെ, ഈ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേജസിനേക്കാളും അനുസരിക്കുന്നത് യാഗത്തെക്കാളും ഒക്കെ ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാര്യം, നമ്മളിങ്ങനെ ഇതൊക്കെ കേൾക്കും ആട് തലയാട്ടുന്നു അല്ല തലയാട്ടാതെ. ഇന്ന് ഈ മാധ്യമത്തിലൂടെ കേൾക്കുമ്പോഴും ഞാൻ പറയട്ടെ, ഇതിനകത്തൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്കറിയാം ദാനിയേൽ പാസ്റ്റർ നിങ്ങളുടെ നമ്പർ മേടിച്ച് എന്നെ ആൾക്കാർ വിളിക്കും. പക്ഷെ വിളിക്കുന്നവരോട് മുൻകൂർ ജാമ്യം എടുത്ത് പറയട്ടെ, ഞാനല്ല, ഇനി ഏതെല്ലാം ദൈവദാസന്മാര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കാം. നിങ്ങൾ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും. ഞങ്ങൾ അതിനുവേണ്ടിയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം, ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തെന്നുള്ളതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഇത് വിളിക്കുന്നവർ പ്രത്യേകിച്ച് പറയാൻ ഒത്തില്ലെങ്കിലും ഇതിനകത്തൂടെ തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ എന്തുവാ ചെയ്തെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തും. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? അദ്ദേഹം പറയാ, മോനെ പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേ വന്നു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയട്ടെ, ആഹാബിന് കൊട്ടാരമുണ്ട്, രഥമുണ്ട്, കുതിരവണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്ത തോട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, ഏലിയാവ്. ആള് കൊട്ടാരത്തിൽ കയറിയിട്ട് പറയാ, ഡോ ഞാൻ പറയാതെ ഈ രാജ്യത്ത് മഴ പെയ്യത്തില്ല. ഇസ്രായേൽ രാജാവിനെ വിരട്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ രാജാവിനോട് അല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയോടും അമേരിക്കൻ പ്രസിഡന്റ് വല്ലതും പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പോലും ഒരു കേൾക്കത്തില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി.
ഇസ്രായേലിന്റെ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞേച്ച് ഏലിയാവ് ഇറങ്ങി വരുമ്പോ നമുക്ക് ഏലിയാവിനോടൊരു ചോദ്യം ചോദിക്കാം. ഏലിയാവേ, ഇസ്രായേലിന്റെ രാജാവിനോടൊക്കെ ഇങ്ങനെ കയറി പറയാൻ താങ്കൾ ആരാ? അന്നേരം അയാൾ പറയും, ഞാൻ ആരുമല്ല. പിന്നെന്താ ഇത്ര അധികാരം? അയാൾ പറയും, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. യഹോവയുടെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേലുണ്ടെങ്കിൽ അവന്റെ വാക്കിന് വലിയൊരു പവറുണ്ട്. അവന്റെ വാക്കിനൊരു പവറുണ്ട്. കണ്ടോ, യഹോവയുടെ ആത്മാവുള്ള യോശുവ സൂര്യനോട് കൽപ്പിച്ചപ്പോൾ സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി പോയി. അല്ല തോട്ടിയിട്ട് പിടിക്കല്ല, മാങ്ങാ പറിക്കുന്ന പോലെ 4 സൈഡിൽ നിന്ന് കമ്പ് കുത്തി നാട്ടി സൂര്യനും ചന്ദ്രനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അടവെച്ചെന്നല്ല. താഴെ നിന്നൊരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോൾ, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് സൂര്യൻ നിശ്ചലമായെങ്കിൽ അതിന്റെ പേരാണ് അതോറിറ്റി, അധികാരം. ഈ അധികാരം നമുക്ക് തരാനാണ് യേശുക്രിസ്തു വന്നേ. എന്റെ കണ്ണ് തുറക്കുമായിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ വിട്ട് പിന്നെ ഞാനിത് പഠിച്ചത്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ പോയില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ ദൈവദാസൻ പറഞ്ഞു, മോനെ, ഏലിയാവിന്റെ മേൽ ആ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവന് രാജാവിനോട് കൽപ്പിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു ഇത് തന്നെയാ പറഞ്ഞത്, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, ബദ്ധന്മാർക്ക് ഇനിയും വിടുതലുണ്ട്, കുരുട്ട് കണ്ണുകളെ തുറക്കും. എന്നോട് പറഞ്ഞു, മോനെ, നീ സ്നാനപ്പെട്ടതാണെങ്കിൽ പഴയ തുരുത്തിയിലെങ്ങും പുതുവീഞ്ഞ് പകരത്തില്ല. നീ പോയി നിന്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകും. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചു, ഭാഷ ഒന്ന് പ്രാർത്ഥിച്ചു ഭാഷ, എനിക്കിതൊന്നും മനസ്സിലാകുന്നുണ്ടെങ്കിലും. അപ്പൊ അദ്ദേഹം എൻ്റെ ദേഹത്തോട്ട് കൈവച്ചിട്ട് അഴിയട്ടെ പൊട്ടട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അങ്ങനെ തന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കുക. എൻ്റെ നെഞ്ചിന്റെ ഭാഗത്തും പുറത്തും കൂടെ പിടിച്ചിട്ട് ആ പാഷ പ്രാർത്ഥിച്ച വാക്കുകൾ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. അദ്ദേഹം പറയാ, കർത്താവേ, എനിക്ക് ലഭിച്ച പോലൊരു അഭിഷേകം ഈ കുഞ്ഞിനും കൊടുക്കണേ കർത്താവേ. ഇവന് വിരോധമായ ചില കയ്യെഴുത്തുകളെ മായ്ക്കാൻ നീ ഇവന്റെ മേലൊരു അധികാരം പകരണമേ കർത്താവേ. നീ ഇവനെ ശക്തീകരിക്കണേ. ഞങ്ങളെയൊക്കെ തൊട്ട പോലെ ഈ കുഞ്ഞിനെ തൊടണേ കർത്താവേ. ഇങ്ങനെ ചങ്കു തുറന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണോ ഈ എൻ്റെ പ്രാർത്ഥനയാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങി പോന്നു. എനിക്ക് എൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം പറഞ്ഞത് സത്യമായതുകൊണ്ട് അന്ന് എനിക്കൊരു കീറ്റപ്പായുണ്ട്. ആ കീറ്റപ്പായ കിഴിഞ്ഞൊരു പായല് ഞാൻ വന്നിരുന്ന യേശപ്പച്ചനോട്, ഞപ്പച്ച, ഇത്രേ സ്ഥലങ്ങൾ അനുഭവിക്കാനുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു, വിദ്യാഭ്യാസവും പോയി, കർത്താവ് ബാംഗ്ലൂരിൽ പോയി ശരിയായില്ല, ഇവിടെ വന്ന് ബിസിനസ് ചെയ്തു, അതും പൊട്ടി, അവസാനം തലയും വലിച്ചുകൊണ്ട് ബാംഗ്ലൂരിലെങ്ങാനും തിരിച്ചു പോയില്ല, ഓട്ടോറിക്ഷ ഓടിക്കാമെന്ന് വെച്ചപ്പോ അങ്ങയുടെ ദാസം പറയുക, നീ പോകണ്ട, പിശാച് നിന്നെ കെട്ടിയിരിക്കുക, ദൈവാത്മാവ് കെട്ടഴിക്കുമെന്ന്. കർത്താവെ, സാത്താനാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ എനിക്ക് ഈ സാത്താനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവില്ല. പക്ഷെ നിന്റെ ആത്മാവ് എൻ്റെ മേ വന്നാൽ എനിക്ക് അതിനോടൊരു അതോറിറ്റി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറയാണ്, ഓ, നീ ഒത്തിരി പേർക്ക് പൈസ കൊടുക്കാനില്ലേ? നീ കുട വെക്കുന്നിടത്ത് വടി വെക്കുന്നവനല്ലല്ലോ. പൈസ കൊടുക്കാനുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ കള്ളത്തരാ പറഞ്ഞത്. വീട്ടിലുണ്ട് ഞാൻ, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല. എൻ്റെ മനസാക്ഷി പറഞ്ഞു, നിനക്ക് കിട്ടുകയല്ല, നീ കള്ളനാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒരു ശബ്ദമായിട്ടൊന്നുമല്ല, ഒരു തോന്നല്, നിന്റെ പാപങ്ങൾ എത്ര കടിചുമപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞി പോലെ ആക്കാൻ യേശുവിന്റെ രക്തത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. യേശുപ്പച്ച, ഞങ്ങളെപ്പോലുള്ള പാപികൾക്ക് വേണ്ടിയല്ലേ അങ്ങ് ക്രൂശിൽ മരിച്ചത്? അങ്ങയുടെ ചങ്കിൽ നൊഴിയ ചോര കൊണ്ട് എന്നെ ഒന്ന് കഴുകി, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറച്ച് ഈ സാത്താന്യ ശക്തികളെല്ലാം പുറത്താക്കിയിട്ട് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ എനിക്കൊരവസരം തരുവാണെങ്കിൽ ഇനി റാന്നിന്ന് സുവിശേഷം പറയാൻ ആരെയും നോക്കണ്ട, മരണം വരെ ഞാൻ അത് ഏറ്റെടുത്തിരിക്കും. ഇനി റാന്നിന്ന് സുവിശേഷം പറയാനായിട്ട് വേറെ ആരെയും നോക്കണ്ട. ഒത്തിരി ദേവസ്വന്മാരുണ്ട്, എന്നാ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തിരിക്കും. പക്ഷെ എനിക്കൊരനുഭവം തരണം, കൃപയാൽ ദൈവാസനെ കൃപയാൽ ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ. 4 ദിവസം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കൊരു അനുഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ കുറവുകളേറ്റ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും തലേ കൈവെക്കാതെ ആത്മാവ് ശക്തമായിട്ട് എൻ്റെ മേൽ, ഞാൻ അന്യഭാഷ, എൻ്റെ നാവിൽ പുതിയ ഭാഷകൾ കടന്നു വന്നു. ദൈവാസനെ ഞാൻ വെളിപ്പാട് കണ്ടു. അന്നേരം വചനം സത്യമാണ്. കാരണം ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ദർശനങ്ങളെ കാണും, പ്രവചിക്കും. ഇത് സത്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:17 സത്യമാണ്. ദർശനങ്ങളെ കാണും, പ്രവചിക്കും. പാസേ, ഞാനങ്ങ് ഇമോഷണലായിപ്പോ. ഞാൻ കാണുന്നത് എന്നാന്നറിയോ? എൻ്റെ വീടിന്റെ ഈ ഭാഗത്ത് വലിയ ഹോള് പണിതിരിക്കുന്നു, എനിക്ക് മനോഹരമായ വാഹനങ്ങൾ ലഭിച്ചിരിക്കുന്നു, ഞാൻ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നു, പ്ലെയിനുകളിൽ യാത്ര ചെയ്യുന്നു, TV പ്രസംഗിക്കുന്നു. പക്ഷേ ഞാൻ 10:30 ആയപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി അങ്ങ് വിളിച്ചു പറഞ്ഞു, ഇവിടെ ഹോള് പണിയാൻ പോവാ, ഞാൻ TV പ്രസംഗിക്കാൻ പോവാ.
ഞാൻ പ്ലെയിനുകൾ യാത്ര ചെയ്യാൻ പോവാൻ. എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ല വാഹനങ്ങൾ ദൈവം തരാൻ പോവാൻ. താഴെ കിടപ്പുണ്ട്. ഞാന് ഇമോഷണലായി. എന്റെ പാസ്റ്ററെ ഞാനൊന്നും ചിന്തിച്ചില്ല, ഞാനങ്ങ് വിളിച്ചു പോയി. പക്ഷെ ഞങ്ങളുടെ നാട്ടിലുള്ള 15ഓളം ആളുകൾ രാത്രി ഓടിക്കൂടി. അതിലൊരു പാസ്റ്റർ ഉണ്ട്, കിച്ചൻ ജോണി എന്ന് പറയുന്നത്, നിത്യതയെ വിശ്രമിക്കുന്ന നൂണ്ടിയല്ല പാസ്റ്റർ. അതിനകത്ത് ഹിന്ദു സഹോദരന്മാരുണ്ട്, കനാനെ പള്ളി പോകുന്നവരുണ്ട്, ബന്ധുക്കോസുകാരുണ്ട്. എല്ലാവരും കൂടെ ഓടിക്കൂടി. ഞാൻ വന്നവരോട് പറഞ്ഞു, ഞാൻ TV പ്രസംഗിക്കും, ഞാൻ പ്ലെയിനെ പ്രസംഗിക്കും, ഞാൻ ഇവിടെ കോള് പണിയാൻ പോവാ, എന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരാൻ പോവാൻ. എന്റെ ജ്യേഷ്ഠനെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ആശുപത്രി കൊണ്ടുവാങ്ങി നമുക്ക് രക്ഷപ്പെടുത്താം, തുടക്കം ഇങ്ങനാന്ന് പറഞ്ഞു. എന്റെ ചേട്ടൻ പറഞ്ഞു, കൂടുമ്പം നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ന്യൂന്ത്യയിലെ പാസ്റ്റർ പറഞ്ഞു, ദൈവദോഷം പറയല്ലേ, അവൻ പ്രവചിക്കുക, അവൻ പറയുന്നൊക്കെ നടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പറയേണ്ടി വരുമെന്ന് പോയി. കല്യാണം പോലും കഴിക്കാത്ത അവനെ നിങ്ങൾ വട്ടാന്നും ഭ്രാന്താന്നും പറയല്ല, അവന് ഭാവിയുള്ളതാണ്. എന്നിട്ട് ഈ ദേവാസൻ എന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോനെ ശരിക്കും നിനക്ക് എന്നാടാ? എന്നോട് ചോദിക്കും, നിനക്ക് എന്നാടാ മോനെ? എന്നോട് പറ, നിനക്ക് എന്നാ? അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊന്നുമില്ല, അമ്മയെ ഞാൻ അഭിഷേകം പ്രാപിച്ചമ്മേ എന്ന് പറയുകയും. ദൈവാസനെ ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്തെങ്ങനെ അറിയോ? യഹസ്കേലിനോട് ദൈവം പറഞ്ഞില്ല, നീ കാറ്റിനോട് പ്രവചിക്കാൻ. ആ ദൈവം എന്നോട് പറയുക, അമ്മയുടെ ദേഹത്ത് കൈ വെച്ചിട്ട് പറ, അമ്മയിട്ട് കഷ്ടപ്പെടുത്തിയത് മതി, അമ്മയെ വിട്ട് പോ സാത്താനെ എന്ന് പറയാനെന്ന്. നിങ്ങൾ മലകളെ നോക്കി സംശയിക്കാതെ പറഞ്ഞാൽ മലകൾ നിങ്ങളെ വിട്ടു മാറുമെന്നും കാട്ടത്തികൾ വേരോടെ പിഴുതു പോകുമെന്ന് പറയുന്ന സത്യമാ. മലയുടെയും കാട്ടത്തിയുടെയും കാര്യം അല്ല, ഒരിക്കലും വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ അല്ലെ മരിച്ചു പോകുന്ന പറഞ്ഞ അമ്മയെ നോക്കി ഇങ്ങനെ പറയും. അമ്മ ഇങ്ങനെ ഒന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, നീ അങ്ങനെ പറയുക, എന്റെ ദേഹത്തുനിന്ന് ഏതാണ്ട് പോയടാന്ന് പറഞ്ഞു. ആ നിമിഷം അമ്മയുടെ ശ്വാസം മുട്ടൽ മാറി. അമ്മ ഒരാ എന്റെ ദേഹത്ത് നേടെ പോയത്. അമ്മ ഇത് സാക്ഷ്യപ്പെടുത്തിയപ്പോ കൂടെ നിന്നവർ പറഞ്ഞു, എടാ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. അടുത്ത ദിവസം മുതല് എന്റെ വീട്ടിൽ ഞങ്ങളുടെ അയലോക്കത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എടാ എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയ പോലെ എടാ ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കടാ. അങ്ങനെ നാട്ടുകാരെ ആവശ്യപ്പെട്ട് ഞാനും അമ്മയും കൂടെ വീടിനകത്തൊരു പായിട്ടു. അപ്പൊ ഞാൻ മേശയും കസേരയും ഡെസ്കും എല്ലാം എടുത്ത് വെളിയിലിട്ടു. ആ ആഴ്ച അമ്മ ഒന്നും പറഞ്ഞില്ല. ബുധനാഴ്ച ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അടുത്ത ബുധനാഴ്ച ഞാൻ മേശയും കസേരയും കട്ടിലും ഒക്കെ എടുത്ത് വെളിയിലിട്ടപ്പോ അമ്മ പറഞ്ഞടാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരിക്കാൻ എന്തിനാടാ ഇതൊക്കെ വെളിയിൽ ഇറക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മേ വിശ്വാസത്താൽ ലോക പെട്ടകം പണിതപ്പോ ആൾക്കാർ വന്ന പോലെ അമ്മേ നമ്മളിപ്പോ ആരോട് പോയി പറയാനായി? ഇത് ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ പറയും, വേടാ വല്ല പണിക്കുമ്പോ വാർക്കപ്പണിക്കുമ്പോ ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തിക്കാൻ കള്ളസാക്ഷ്യവും പറഞ്ഞുകൊണ്ട് നീ മതം മാറ്റാൻ നടക്കുന്നു പറയും. 20-ആം നൂറ്റാണ്ടിൽ അമ്മ ഒരു വീട്ടിലും ചെന്നാൽ ആരോടും പറഞ്ഞ കേൾക്കത്തില്ല അമ്മേ. പക്ഷേ നോഹ പണിത പെട്ടകത്തിനകത്ത് ദൈവം മൃഗങ്ങളെ കൊണ്ടുവന്നെങ്കിൽ അമ്മേ ഇത് കേട്ട് വിടുവിക്കപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം കൊണ്ടുവരും അമ്മേ. അമ്മ ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബുധനാഴ്ച അമ്മയോട് പ്രസംഗിച്ചു. അമ്മ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയാം, അമ്മയെ വെള്ളം എടുക്കാൻ പോലും പിന്നെ ഞാൻ അങ്ങനോട് പ്രസംഗിക്കും. എന്നാലും എന്റെ ഈ പരവേശം എല്ലാം കണ്ടിട്ട് അമ്മ വെള്ളം എടുക്കാൻ ഒരിക്കൽ പോയി. അമ്മ വെള്ളം എടുക്കാൻ പോയാൽ എന്റെ പ്രസംഗം നിൽക്കും. പിന്നെ അമ്മ വന്നിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കും. അവസാനം അമ്മയോട് പ്രസംഗിച്ച് തുടങ്ങി. ഒരു 5-6 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങി. എൻ്റെ വീട് നിറഞ്ഞു കവിഞ്ഞു. അവസാനം നാട്ടുകാരുടെ ആവശ്യപ്രകാരം വീടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും ബുധനാഴ്ച കൺവെൻഷനായി. അവസാനം ബുധനാഴ്ച പ്രാർത്ഥന നിർത്തി തിങ്കളാഴ്ച രാത്രിയിലാക്കി. ജാതിയോ സമുദായമോ സഭയോ നോക്കാതെ ജനങ്ങൾ ഇടിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മയോട് പറഞ്ഞു, ഞാൻ നിന്നെ തലസ്ഥാനത്ത് അയക്കാൻ പോവാ, തിരുവനന്തപുരത്ത്. നീ അവിടെ എൻ്റെ സാക്ഷിയാകും. അത് നിമിത്തം ഞാൻ നിന്നെ അനേക ഇടങ്ങളിൽ അറിയിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ദൈവാത്മ ഇടപെട്ടു. എൻ പീറ്റർ എന്ന് പറയുന്ന കളിക്കവളയിലുള്ള AG പ്രസ്ഥാനത്തിന്റെ പാസ്റ്റർ എന്നെ വിളിക്കാൻ കാരണം റാന്നിയില് അന്ന് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ഡോക്ടർ ബാബു ജോർജിന്റെ സഭയില് ഇതറിഞ്ഞിട്ട് എന്നെ വിളിച്ച് അവിടെ ശുശ്രൂഷിക്കാനായിട്ട് പറഞ്ഞു. എനിക്ക് ശുശ്രൂഷിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ എണ്ണിച്ചു തന്നു. പക്ഷെ ദാവിൽ കഴുതയുടെ വായിൽ മനുഷ്യഭാഷ വന്ന പോലെ എൻ്റെ വായിൽ ദൈവാത്മാവ് ചില ആലോചനകളും വചനവും തന്നു. ഞാനത് വിളിച്ചു പറഞ്ഞു. രോഗികൾ സൗഖ്യമായി, മുഴകളൊക്കെ മാറി. അവസാനം അവർ എൻ പീറ്ററോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരാളുണ്ട്, സുനി പാസ്റ്റർ ഇവിടെ അടുത്തുള്ള ഒരു പയ്യനാ, നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ക്രൂസൈഡിൽ എന്നെ വിളിച്ചു. ഞാൻ ചെല്ലുമ്പോൾ സുരേഷ് ബാബുവോ ഷാജിയോ എന്നാനോ കബഡിയാർ രാജു വലിയ വലിയ ആൾക്കാരാ. ഞാൻ തലേദിവസമേ അങ്ങ് പോയി. എന്നിട്ട് ഇവരൊക്കെ എന്തുവാ കാണിക്കുന്നു നോക്കിയിട്ട് അതുപോലെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നിന്നു. പക്ഷേ ഒരു വാക്യം മാത്രം വായിച്ചു. ദൈവം തന്ന വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയാം, മുഴകളൊക്കെ അപ്രത്യക്ഷമാകുകയും ഭ്രാന്ത് പിടിച്ച് ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്നവര് നോർമലാവുകയൊക്കെ ചെയ്തു.
പീറ്റർ പാസ്റ്റർ അത് അവിടെ സാക്ഷീകരിച്ചു, അനേകര് സൗഖ്യം പ്രാപിച്ചെന്ന്. അങ്ങനെ റാന്നിയിൽ തുണ്ടത്തി പ്രിൻസ് പാസ്റ്റർ, അവിടുത്തെ കുഞ്ഞോൻചാൻ, അന്ന് പ്രിൻസ് പാസ്റ്ററുടെ ഫാദറുണ്ട്. പ്രിൻസ് പാസ്റ്ററുടെ ഫാദറൊക്കെ ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്രിൻസ് പാസ്റ്റർ പിതാവാന്ന് ഇവിടെ യോഗം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ പൗരുഷനി പ്രസംഗിക്കുന്ന പ്രിൻസ് പാസ്റ്റർ അന്ന് ശുശ്രൂഷയ്ക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല, അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. അന്ന് കുഞ്ഞോൻചായന്, തുണ്ടത്തി കുഞ്ഞോൻചായന് എന്നോട് പറഞ്ഞടാ നീ ഞങ്ങളുടെ സഭയിൽ ഒന്ന് ശുശ്രൂഷിക്കാൻ പറഞ്ഞു. അങ്ങനെ തുണ്ടത്തി ഞാൻ ശുശ്രൂഷിച്ചു. പിന്നെ രാജുമേത്ര പാസ്റ്ററുടെ, അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞാല് റാന്നിയില് തുടങ്ങി ഇന്ന് പല ലോകത്തിന്റെ പല രാജ്യങ്ങളിലും, ഇന്ത്യയുടെ പഞ്ചാബ് മുതൽ ഇങ്ങോട്ട് കർത്താവ് ഇന്ന് വരെയും ശുശ്രൂഷയിൽ ഇടതടവില്ലാതെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഞങ്ങളുടെ വീടിനകത്ത് 10-20 പേരെ താമസിപ്പിച്ച് ഞാൻ ഈ അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ട് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച്, ഞാൻ നാടൻ ഭാഷയെ പറഞ്ഞ കറങ്ങി തിരിഞ്ഞ് ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എൻ്റെ മേൽ ഒരു അഭിഷേകം വന്നപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റം വന്നതുകൊണ്ട് ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഈ അനുഭവങ്ങൾ കുഞ്ഞോൻ ഭാഷ പറഞ്ഞു തന്നപോലെ ലളിതമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അവരെയും കൂടി ഈ അനുഭവത്തിൽ കൊണ്ടുവരുന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ 10-20 പേരെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് ഞാനിങ്ങനെ സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2018 ആയപ്പം ദൈവാത്മാവ് പറഞ്ഞു 10-20 പേർക്ക് വേണ്ടി മെനക്കെടാതെ ഒരു 100 പേരെ എല്ലാ മാസവും താമസിപ്പിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യണം. ആ വീടിന്റെ അപ്പുറത്തെ സൈഡിൽ കാട് കയറി കിടന്ന സ്ഥലം വലിയ കുഴിയായിരുന്നു, JCB കൊണ്ട് നിരത്താൻ പറഞ്ഞു. എൻ്റെ പൈസയില്ല, വളരെ സാമ്പത്തിക, എവിടെയെങ്കിലും പോയി ശുശ്രൂഷയ്ക്ക് പോയി എന്തെങ്കിലും വല്ല സ്വത്രാഴ്ച തരുന്ന വീട്ടിലെ ചെലവും പിന്നെ കടങ്ങൾ. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, കടം മുഴുവൻ ദൈവം മാറ്റി തന്നു, അത്ഭുത വഴികൾ ദൈവം തുറന്നു. ദൈവാത്മാവ് ഇത് പറഞ്ഞപ്പം എന്നോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എങ്ങനെ എന്ത് ചെയ്യും? എനിക്ക് സ്ഥലം JCBക്ക് നിരത്താൻ പോലും പൈസയില്ല, പക്ഷെ കൂട്ടുകാരൻ ഒരാൾ 10,000 രൂപ തന്നു. അങ്ങനെ JCB കൊണ്ട് നിരത്തി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവോട് സംസാരിച്ചു, മാരാമൺ ഇവിടെ അടുത്ത മർത്തോമക്കാരുടെ വലിയ കൺവെൻഷൻ നടക്കും, അവിടെ പോയി ഓല എടുത്തോണ്ട് വരാൻ ദൈവാത്മാ ഇടപെട്ട് അവിടെ 2 രൂപ കൊടുക്കണോ ഒരു ഓല മടലിന്. ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ഓല വേണം. അദ്ദേഹം പറഞ്ഞു 2 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു ഒരു മടലിന്. ഇപ്പൊ കർത്താവെ ഞാൻ പറഞ്ഞു ഒരു ധ്യാനം നടത്താനാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു എത്ര വേണേലും എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാനും ഭാര്യ അമ്മായിപ്പനും കൂടെ ഒരു ലോറിയിൽ ഒരു ലോഡ് ഓല കൊണ്ടു. അത് 1 വർഷം ഇവിടെ ഇരുന്ന് അടിവശം എല്ലാം ചതിൽ കയറി. അപ്പൊ നാട്ടുകാർ ചോദിച്ചു അടുത്ത മാരാമൺ കൺവെൻഷൻ ആയല്ലോ, എന്തോ ആയിരുന്നു. പക്ഷെ എനിക്ക് പണിയാൻ അന്നേരത്തെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കമുക് വെട്ടിക്കൊണ്ടുവന്ന് കമുക് നാട്ടിയിട്ട് അതിന്റെ അറ്റത്ത് GI പൈപ്പ് വെച്ചിട്ട് ചെറിയ കമ്പി വെച്ച് വെൽഡ് ചെയ്ത് അറ്റം ഒടിഞ്ഞു കിടക്കാതിരിക്കാൻ ഈ നമ്മുടെ കോഴി ഫാം നിർത്തിയെടുത്തു എന്ന് കുറെ പഴയ ഷീറ്റ് അറ്റത്ത് അതിന്റെ എൻഡിൽ ഇട്ടിട്ട് ഒടിഞ്ഞു തൂങ്ങിക്കിടക്കാതെ പുറയിൽ ഒരു ബോർഡ് എഴുതി വെച്ച് പച്ച വലയും കെട്ടി, ഉള്ള പൈസയ്ക്ക് കോയമ്പത്തൂർ പോയി കുറച്ച് വലയും ഫാനും എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചടാ കൊറിയായിന്ന് CD ഒക്കെ കൊണ്ടുവച്ച് ഹാ എന്ന് വെച്ചിട്ടും പ്രൊജക്ടർ വെച്ച് പുക വരെ വരുത്തിയിട്ട് കളർ ലൈറ്റ് വരെ ഇട്ടിട്ട് ഇവിടെ ആളില്ലാത്തപ്പോ നീ ഓലപ്പര വെച്ച് എന്നെ നാട്ടുകാരനോട് ചോദിക്കുക കോഴിയെ വളർത്താനാന്ന്. ഞാൻ പറഞ്ഞല്ല ആടിനെ വളർത്താനാന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു നല്ല ഇനം ആടുകളെ എവിടുന്നാ മേടിക്കുന്നത്? ഞാൻ പറഞ്ഞു നല്ല ഇനം ആടുകളെ മേടിക്കുമല്ല, നല്ല ഇനം ആടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് അഭിഷേകം പ്രാപിച്ച് പോലീസുകാരൻ വീട്ടിൽ ചെന്ന് ഭാര്യയ്ക്ക് അലർജിയാ, കൈവച്ച് പ്രാർത്ഥിച്ച് അലർജി മാറി. ഇത് പറഞ്ഞപ്പോൾ ഒരുത്തന്റെ പൂതകൾ ഇയാൾ സ്നാനപ്പെട്ട് അവരെല്ലാം കൂടെ കൊലയോടെ കഴിഞ്ഞ ദിവസം വന്ന് ഒരു സിനിമാ നടൻ ഈ സാക്ഷ്യം കേട്ട് മദ്രാസിൽ നിന്ന് വന്ന് വിടുവിക്കപ്പെട്ടു. മൂവാറ്റുപുഴയിൽ അച്ഛൻ വന്ന് അഭിഷേകം പ്രാപിച്ചു, ബ്രദറുകാർ വരുന്നു. അന്ന് എന്നോട് ആൾക്കാർ കളിയാക്കി, എടാ ഓലപ്പര വെച്ചാല് ആര് വരാനാന്ന്. പക്ഷേ ദൈവദാസനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയാം, ഞാനൊരു ഫ്ലെക്സ് എഴുതി വെച്ച് അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും ആത്മാവിനെ പകരും പ്രാർത്ഥിച്ച് ഞാനും വൈഫും കൂടെ മീറ്റിംഗ് ആരംഭിച്ചതാ. ലാസി ഓലപ്പര നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ലാതായി. അവസാനം അത് പൊളിച്ചു പണിയാമെന്ന് വിചാരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ കാലത്ത് പരിശുദ്ധാത്മയോട് പറഞ്ഞു, മോനെ ഞാനൊരു വചനം നിനക്ക് തരാം, നീ അത് പൗലോസ് ഒരു വചനം തോൽച്ചൂറിൽ എഴുതിയിട്ട് ഒരു സഭയ്ക്ക് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു അടുത്ത സഭയിലും കൊടുക്കണമെന്ന്. ഷെയർ ചെയ്യുക. കർത്താവിനോട് പറഞ്ഞു ഷെയർ ചെയ്യും. അതായത് ഇന്നത്തെ മാധ്യമങ്ങളിൽ ഷെയർ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഓലപ്പരയ്ക്കകത്ത് ചെതല് കയറി കൊറോണയുടെ മധ്യഭാഗത്ത് ഇങ്ങോട്ടും ആരും വരുന്നില്ല, അങ്ങോട്ടും എങ്ങും പോകാൻ കഴിയാതെ ഞാനിരുന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എൻ്റെ ശുശ്രൂഷ ഇവിടുത്തെ ധ്യാനവും എല്ലാം തീർന്നോ കർത്താവ്? കൊറോണ വന്നെല്ലാം കഴിഞ്ഞോ കർത്താവേ? അപ്പൊ കർത്താവ് പറഞ്ഞില്ല, കൊറോണ കഴിയുമ്പോൾ ഇവിടെ AC ഓഡിറ്റോറിയം പണിയും, കൊറോണ കഴിയുമ്പോൾ ഇവിടെ ഞാൻ നിനക്ക് കുറച്ച് സ്ഥലം തരും, എനിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വീട് മേടിക്കാനുള്ള തരും. പോലും പറ്റിയില്ല പാസ്റ്റർ, എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. കാരണം അന്നേരത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ കർത്താവ് എന്നോട് ഒരു ദൈവവചനം സംസാരിച്ചു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാ ദൈവോത്തരം വന്നത്. കൊറോണ സ്പെഷ്യൽ മെസ്സേജ് എന്നും പറഞ്ഞ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടാൻ ദൈവം പറഞ്ഞു. അന്ന് എനിക്കൊരു പൊട്ടഫോൺ ഉണ്ട്. ഞാൻ ആ പൊട്ടഫോണും കൊണ്ട്
അന്ന് ലാപ്ടോപ്പ് ഒന്നും ഇല്ല. ഞാനൊരു കൊച്ചു ഹാൻഡ് മൈക്ക് വെച്ച് ഫോൺ അവിടെ റെക്കോർഡ് ചെയ്യും, ഇങ്ങനെ വെച്ചുകൊണ്ട് എൻ്റെ ഫോട്ടോ മാത്രം ഇട്ടുകൊണ്ട്, വീഡിയോ ഇല്ലാതെ ഒരു മെസ്സേജ് ഞാൻ ഈ കൊറോണ ഈ കാലത്ത് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടു. കർത്താവിനോട് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യാൻ പോവാ. ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ എൻ്റെ മക്കളെ കൊണ്ടത് ഷെയർ ചെയ്യിപ്പിക്കും. കൊരിന്ത്യ ലേഖനവും തെസ്സലോനിക്ക ലേഖനവും നിന്റെ കയ്യിൽ വന്ന പോലെ, പത്മോസിൽ കിടന്ന് എഴുതിയ വെളിപ്പാട് പുസ്തകം നിന്റെ കയ്യിലിരിക്കുന്ന പോലെ, നീ റാന്നിലിരുന്ന് പറയുന്ന മെസ്സേജ് ലോകം മുഴുവൻ ഞാൻ എത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാനിങ്ങനെ മീഡിയയിലിട്ടു. ദൈവത്തിന്റെ കൃപയാൽ ആ വചനം വൈറലായി. അതിൽ നിന്ന് കട്ട് ചെയ്ത് ആൾക്കാർ പല രാജ്യങ്ങളിലും, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും, ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ വരെ, നീഗ്രോകളുടെ ഇടയിൽ വരെ പ്രസംഗിക്കാൻ പിന്നത്തേതിൽ എനിക്ക് ഈ കൊറോണ കാലത്ത് സഹായിച്ചു. കൊറോണ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ചെറിയ ചെറിയ വഴികളൊക്കെ തുറന്ന് ദൈവത്തിന്റെ കൃപയാൽ ചില കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് ഒരുക്കി തന്നു. ഒരു കടവും ഇല്ലാതെ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് ദർശനങ്ങളൊക്കെ കൊടുത്ത്, പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടാന്നും പറഞ്ഞ് ചിലരൊക്കെ മുൻപോട്ട് വന്ന് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് മനോഹരമായ ഒരു ഹോള് ഇവിടെ പണിയാൻ, അല്പ സ്ഥലം തൊട്ട് മുകളിലായിട്ട് വായിച്ചതിനകത്ത് 60 അടി നീളത്തിലെ ഫുഡ് കഴിക്കാൻ ഒരു ഹോളും പണിത്. കർത്താവ് പറഞ്ഞു, രജിസ്ട്രേഷൻ ഫീസോ സ്തോത്ര കാഴ്ചയോ മേടിച്ചേക്കരുത്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ കർത്താവ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രസകരമായ ഒരു കാര്യം, കഴിഞ്ഞ മാസം മൂവാറ്റുപുഴയിൽ നിന്ന് അച്ഛൻ തലേദിവസമേ വന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുക, പാസ്റ്റേ രജിസ്ട്രേഷൻ ഫീസും സ്തോത്രാഴ്ച ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പാസ്റ്റേ ഇത് ഓരോ ആഴ്ചയും മുന്നോട്ട് ഓരോ മാസവും കൊണ്ടുപോകുന്നു? അപ്പൊ ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചു, അച്ഛാ, റേഷൻ കടയും തട്ടുകടയും ജൗളിക്കടയും താലൂക്ക് ആശുപത്രി അങ്കമ്പാടിയും KSRTC ഡിപ്പോയും ഒന്നും ഇല്ലാത്ത മരുഭൂമി കൂടെ 6 ലക്ഷം കുടുംബങ്ങളെ 22 ലക്ഷം പേർക്ക് എല്ലാ ദിവസവും അപ്പോ ഇറച്ചിയും കൊടുത്ത ദൈവം മരിച്ചു പോയ അച്ഛാ. അച്ഛനും ആ ദൈവത്തിന്റെ ഒരു ദാസനല്ലേ അച്ഛാ? അച്ഛൻ എന്ത് ചോദ്യം എന്നോട് ചോദിക്കുന്നേ? 22 ലക്ഷം പേർക്ക് എല്ലാ ദിവസവും ഇറച്ചി കൊടുക്കാമെങ്കിൽ എൻ്റെ വീട്ടിൽ വരുന്ന 100 പേർക്ക് 3 ദിവസം ആഹാരം കൊടുക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ ദൈവത്തിന്റെ കൈ കുറുകി പോയിട്ടില്ല. അച്ഛൻ അടുത്ത 3 ദിവസം അത് കണ്ടു, നേരിട്ട് അനുഭവങ്ങളിൽ കൂടെ അച്ഛൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇത് ദൈവപ്രവൃത്തിയാണ്. ഞാന് അതിനിടയ്ക്ക് വിവാഹം കഴിച്ചു, 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. മൂത്ത മോനെ വിദ്യാഭ്യാസം. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ മോനെ പഠിപ്പിക്കുന്നതായിരുന്നു ഞാൻ ചിന്തിച്ചില്ല. കിട്ടുന്ന പൈസയ്ക്കെല്ലാം കസേരയും മേശയും ഹോളും പടുത്ത് കട്ടയിറക്കി സിമെന്റും മേടിച്ച് ഞാൻ ദൈവത്തിന്റെ ഇതെല്ലാവരും അഭിഷേകം പ്രാപിക്കണം, എല്ലാവരും കർത്താവിനെ അറിയണം, സ്ഥാനക്കുളമൊക്കെ ഉണ്ടാക്കി ഇവിടെ അനേകം വന്ന് സ്ഥാനപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങ് പോയി. ഈ ചെറുക്കൻ 95% മാർക്ക് മേടിച്ച് അവൻ +2 പാസ്സായപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, പാസ്റ്റേ എങ്ങനെ പഠിപ്പിക്കും, പാസ്റ്റേ അല്ല എങ്ങനെ പഠിപ്പിക്കും എന്നല്ല, എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, വല്ല IT ഫീൽഡ് വല്ലതും നോക്കണം, എൻ്റെ കമ്പ്യൂട്ടറിനകത്തൊക്കെ. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ദൈവദാസൻ വന്നിട്ട് എന്നോട് ദൂത് പറയാ, വെളിയിൽ നിന്ന് വിദേശത്തു നിന്ന് ഇവിടെ ശുശ്രൂഷയ്ക്ക് വേറെ എങ്ങാണ്ട് വന്ന അദ്ദേഹം എന്നെ ഫോണിൽ കൂടെ അദ്ദേഹം പറഞ്ഞു, എന്നോട് പറയാ, ദൈവദാസനെ, നിങ്ങളുടെ മകനെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പാസ്റ്റർ വളരെ ആശങ്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. അവനെ ഹള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പഠിപ്പിക്കും. ഹള്ളിയെല്ലാം ബാംഗ്ലൂരാ, കർണാടകയില. ഹള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പഠിക്കും. മാത്രമല്ല, ഏലിയാവിന് വേണ്ടി ഒരു വിധവയെ ഞാൻ ഒരുക്കിയതുപോലെ നിന്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതിന് ഞാനൊരു വ്യക്തിയെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന്. ദൈവനാമമഹത്വത്തിന് വേണ്ടി. കാരണം കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്തെല്ലാം ആളുകൾ വിചാരിച്ചാലും ഞാൻ ദൈവനാമത്തിന് പറയട്ടെ, ഞങ്ങളെ കണ്ടിട്ടില്ലാത്തൊരു പാസ്റ്റർ, അമേരിക്കയിൽ ജനിച്ചു വളർന്നൊരു ദൈവദാസൻ, ആരാണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഫോണിൽ കൂടെ വിളിച്ച് ദൈവാലോചന പറഞ്ഞു. അദ്ദേഹം പറയാണ്, ദൈവാസനെ നിങ്ങൾ ഭാരപ്പെടുന്നു നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച്, പക്ഷെ ദൈവം പറയുന്നു പറഞ്ഞു. ഇതിന് ശേഷം ദൈവമായിട്ടൊരു വഴി അങ്ങനെ തന്നെ തുറന്നു തന്നു. ഞാൻ മോനെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ബോർഡ് നോക്കിയപ്പോൾ ഒരു ഹള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലം, അതിന്റെ ലാസ്റ്റ് അവസാനിക്കുന്നത് ഒരു ഹള്ളിയാണ്. മാത്രമല്ല അതിനൊരു വഴിയും പരിശുദ്ധാത്മാവ് തന്നെ തുറന്ന് അത്ഭുതകരമായിട്ട് ഇന്ന് അവൻ അവിടെ പഠിക്കുന്നു. ഇവിടെ ശ്രേഷ്ഠമായ നിലകളിൽ എല്ലാ മാസവും അവസാനത്തെ തിങ്കൾ ചൊവ്വ ബുധൻ ഒറ്റ ചിന്തയുള്ളൂ. ഈ ശുശ്രൂഷകൾ ചെയ്യുന്നതിന്റെ ആകെ തുക എന്നാന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. സുന്ദരമെന്ന ദൈവാലയത്തിന്റെ മുമ്പിൽ അമ്മയുടെ ഉദരം മുതലേ നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ നാട്ടുകാർ ചുമന്നുകൊണ്ട് വെക്കും. അവനോട് പറയാ, വെള്ളിയും പൊന്നും തരാനില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. അവന്റെ മേത്തോട്ട് കൈവച്ച് ഒരാത്മപകർച്ചയ്ക്കായിട്ട് ശുശ്രൂഷിച്ചു. ഭൗതികമായിട്ടൊന്നും കൊടുത്തില്ല, പക്ഷെ ആത്മമണ്ഡലത്തിൽ എന്തോ ഒരു കൈമാറ്റം നടന്നപ്പോൾ
ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. പിന്നെ അവനെ ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഇരക്കുന്നവനായിട്ടല്ല, പള്ളിക്കുള്ളിൽ തുള്ളിച്ചാടി നടക്കുന്ന അപ്പസ്തോലന്മാരുടെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി കാണുന്നത്. ഈ വചനമാണ് എന്നെ 22 വർഷമായി ശുശ്രൂഷയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ലെങ്കിലും നമുക്ക് ഇച്ചിരി ഒരു നേരത്തെ ആഹാരം വല്ലതും കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ കൊടുത്താലും ആഹാരം കഴിക്കാത്തവരൊന്നും അല്ല മനുഷ്യര്. പക്ഷെ ആഹാരം കഴിക്കുന്നതുകൊണ്ടല്ല, നമ്മുടെ മേൽ പകർന്ന അഭിഷേകം. മോശ കൈവച്ചതിനാൽ യോശുവ ജ്ഞാനാത്മപൂർണനായെന്നും പൗലോസ് പറയാ, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാവരം എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഞാനും കണ്ടു. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഇസ്ഹാക്ക് പറയുന്നത് ആധാർ കാർഡ് കൊടുത്തില്ല, അതുപോലെ ആധാരത്തിന്റെ കോപ്പി കൊടുത്തില്ല, കരവടച്ച രസീത് കൊടുത്തില്ല. യാക്കോബിന്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറയാ, ആകാശത്തിന്റെ മഞ്ഞുകൊണ്ട് ഭൂമിയുടെ പുഷ്ടി കൊണ്ടും അനവധി ധാന്യവും വീഞ്ഞും വർദ്ധിച്ച് വംശങ്ങൾ നിന്നെ വണങ്ങട്ടെ, ജാതികൾ നിന്നെ സേവിക്കട്ടെ, നീ സഹോദരന് പ്രഭുവായിരിക്ക. സത്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയുന്നവനൊരു വടിയും കൊണ്ടാ പോകുന്നത് യോർദാൻ കടന്നു പോയത്. തലയണ പോയിട്ട് തലയണ കവർ പോലും ഇല്ല. എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായി, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ ജാതികൾക്ക് വരണമെങ്കിൽ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താ പ്രാപിക്കാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, വെള്ളിയും പൊന്നും ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും, നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും, നമ്മുടെ ഒന്നും ശൂന്യമായ കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ പ്രാപിച്ച അഭിഷേകം, നമുക്ക് കിട്ടിയ ശക്തി, അത് കർത്താവ് പറയാ, സൗജന്യമായിട്ട് നിനക്ക് തന്നു, സൗജന്യമായിട്ട് കൊടുക്കണം. ആ ഒരു പ്രചോദനമാണ് സൗജന്യമായിട്ട് ഇതെല്ലാം ചെയ്യാൻ ഇന്ന് വരെയും ദൈവം സഹായിക്കുന്നു. അടുത്ത ക്യാമ്പ് 27, 28, 29 തീയതികളിൽ ഈ മാസം നടക്കുക. ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. 100 പേരെ മാത്രമേ താമസിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കുറച്ചുകൂടെ വിശാലത തരാൻ വേണ്ടി. ദൈവം അത്ഭുതകരവും അതിശയകരമായിട്ട് സാമ്പത്തിക മേഖലകളെ, കടബാധ്യതകളൊക്കെ മാറാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് വഴികളും വാതിലുകളും ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ തന്നെ പരിശുദ്ധാത്മാവ് ദർശനം കൊടുത്തും ആലോചന കൊടുത്തും ഏതൊക്കെയോ നിലകളിൽ, അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്താൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. അങ്ങനെ എല്ലാ നിലയിലും സാമ്പത്തിക കെട്ടുകളെല്ലാം അഴിഞ്ഞു, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, കുടുംബമായിട്ട് പാർത്തുകൊണ്ട് 22 വർഷമായിട്ട് ഈ കർത്താവിനെ ഉയർത്തി കാണിക്കാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. എനിക്കിതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ അഭിഷേകം നുകങ്ങളെയെല്ലാം തകർക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ അഭിഷേകം അത് അനുഭവമാക്കാത്ത ആരെങ്കിലും എന്നെ ഈ മീഡിയയിൽ കൂടെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ യാചിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ലേ, അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ എന്നാണ് ദൈവത്തെ കാണത്തില്ലേ, അങ്ങനെ തർക്കിക്കുന്നതിന്റെ 10-1 സമയം മതി, യാചിച്ചാൽ മതി. അപ്പാ എനിക്കും കൂടെ ഈ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണം എന്ന് പ്രാർത്ഥിച്ചാൽ, യാചിച്ചാൽ, കഥ പറയുക, ദാഹമുള്ളൊരു വാ. ഞാൻ ഇത്രയും വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു എന്നാന്നറിയാം. എനിക്കറിയാം പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാകും, ഇത്രയും വിസ്തരിച്ചാൽ ആർക്കും ആ സമയമില്ല. എന്നാലും ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, ഈ അത്യന്ത ശക്തി ആരുടെയും സ്വന്തമല്ല കേട്ടോ, ദൈവത്തിന്റെ ദാനമാണ്. അത് പുത്രിപുത്രന്മാർ, യൗവനക്കാർ, വൃദ്ധന്മാർ, ദാസീദാസന്മാർ, സകലരുടെ മേലും ദൈവം വരും. ഇതിന് 2 കാര്യം മതി, വിശ്വാസവും കടുത്ത ആഗ്രഹവും മതി. അതായത് ദാഹം, പിന്നെ യാചിക്കാൻ ഒരു മനോഭാവം, ഒരു യാചനാ മനോഭാവത്തോടെ, കർത്താവെ എനിക്കൂടി അനുഭവം തരണമേ, എനിക്കും ഇതുപോലെ ആകണം, ഇതിനേക്കാൾ ശ്രേഷ്ഠമായി നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഞാൻ പറയട്ടെ, ഇന്ന് വരെയും ആ 22 വർഷങ്ങൾക്ക് മുമ്പ് 2002 ഏപ്രിൽ മാസം 24-ാം തീയതി രാത്രി ദൈവം എന്നെ 9 മണിയായപ്പോൾ അഭിഷേകം ചെയ്തു. ഇന്ന് 22 വർഷം കഴിയുന്നു. ഇന്ന് വരെ കർത്താവിനെ സാക്ഷീകരിപ്പാൻ, തമ്പുരാന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, പല രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം നിരന്തരമായി കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ ചെന്നൈയിലെ ഒരു ഓപ്പൺ എയർ മീറ്റിങ്ങുകൾക്കായിട്ട് 5 ദിവസത്തേക്ക് ചെന്നൈ പട്ടണത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടെ കടന്നു പോകുന്ന അതിനു മുമ്പായിട്ട് ഇവിടെ ഞങ്ങളുടെ ക്യാമ്പ് നടക്കുന്നു. ദൈവം സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം എനിക്ക് ഇങ്ങനൊരു അവസരം ഈ മീഡിയയിലൂടെ സത്യമായിട്ടും ഈ കാര്യങ്ങൾ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ലോകത്തിലുള്ളവരോട്, അനേകരോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച ആദരപൂർവ്വം എനിക്ക് ഇത്രയും വലിയൊരു മീഡിയ എനിക്ക് തുറന്ന് തന്ന് വളരെ ആദരപൂർവ്വം എന്നെ ക്ഷണിക്കുകയും അവസരം തരികയും ചെയ്ത കർത്താവിന്റെ അഭിഷക്തനായ ദൈവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും തന്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഈ അരോമ ടിവിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹത്തെ, വന്ദനത്തെ അറിയിക്കുന്നു. മാറാനാഥ. കർത്താവിൻ്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ സത്യത്തില് അത് കേട്ടുകൊണ്ടേയിരിക്കാനുള്ളതായ ആ ഒരു വ്യഗ്രത എൻ്റെ ഹൃദയത്തിൽ, അത് നിർത്തരുതേ നിർത്തരുതേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം
അതൊരു മാനുഷിക ശബ്ദമല്ല, മാനുഷിക പ്രേരണയുമല്ല. ആ വാക്കുകളിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്ലോയാണ് ആ ഓരോ വാക്കുകളിലൂടെയും ആമേനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സാക്ഷ്യമെന്നോ മറ്റേതെങ്കിലും നിലയിലുള്ള അനുഭവങ്ങളോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്കും ദൈവകൃപയിലേക്കും അടുപ്പിക്കുന്ന, ഒരുക്കിയെടുക്കുന്ന വാക്കുകൾ കർത്താവ് സംസാരിക്കുവാൻ ഒരുക്കിയ ഒരു അവസരമായിരുന്നു ഈ നിമിഷങ്ങളെന്നാണ് എനിക്ക് ഈ സമയത്ത് പറയുവാനുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടെ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കർത്തൃദാസൻ്റെ ആമേനെ ആ ഏൽപ്പിച്ചതായ അഭിഷേകത്തിൻ്റെ ആ നിറവിൻ്റെ ആ അനുഭവങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. സ്തോത്രം. പലപ്പോഴും അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിത അനുഭവത്തിൽ ക്രിസ്തീയ ജീവിതം ഒരുപക്ഷെങ്കിൽ ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് മാറി, അല്ലെങ്കിൽ സാമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നു, അതുകൊണ്ട് തീർന്നു, അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ പെട്ടുപോയി എന്നുള്ള അവസ്ഥയിൽ അവിടെ കിടക്കുകയാണ്. സത്യത്തിൽ പെന്തക്കോസ്തിൻ്റെ യഥാർത്ഥ അനുഭവം ഒരു വ്യക്തി അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള തീക്കനൽ പോലെയാ. സ്തോത്രം. അതിങ്ങനെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ തക്ക കൊണ്ടിടയായിത്തീരും. തീക്കനലിനെ ഒരിക്കലും അത് ഉറുമ്പരിക്കുകയില്ല. അതേസമയം അത് തീ നഷ്ടപ്പെട്ടാൽ, അത് കരിക്കട്ട ആയിക്കഴിഞ്ഞാൽ അതിൽ എന്തും കയറി ഇറങ്ങുവാൻ ഇടയായിത്തീരും. ഓരോ വ്യക്തിയും ദൈവ പൈതലായി കഴിയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ പ്രാപിക്കേണ്ടുന്ന അത്യന്തമായ ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ മാത്രമായില്ല ആ പരിശുദ്ധാത്മാവ്. എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ മൺകൂടാരങ്ങൾ പരിശുദ്ധാത്മാവ് പകർന്നു കഴിയുമ്പോൾ നമ്മളൊരു കനൽക്കട്ടയായി മാറുകയാണ്, ഒരു തീക്കട്ടയായി മാറുകയാണ്. സ്തോത്രം. പ്രിയ സുനിപാസ്റ്റർ, ആമേൻ. ഒരുപാട് ജീവിതത്തിലെ അനുഭവത്തിൻ്റെ ആ മൂശയിലൂടെ കയറി ഇറങ്ങിയപ്പോൾ കർത്താവ് ഒരുക്കിയെടുത്തതായ ഒത്തിരി അനുഭവങ്ങൾ തിരുവെഴുത്തുകളുടെ സഹായത്തോടുകൂടി, സ്തോത്രം, ആർക്കും വിരസത തോന്നാതെ വണ്ണം ആമേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മനിറവോടുകൂടി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസനെ അഭിഷേകം ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ, അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ നിലകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നാളെക്കുറിച്ച്, തലമുറകളെ ഓർത്ത്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കന്മാരെ ഓർത്ത് ഭാരപ്പെടുകയാണ്. പ്രിയ ദേവദാസൻ തൻ്റെ മാതാവിൻ്റെ രോഗം, അതുപോലെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു ഓട്ടോ ഡ്രൈവറായോ ഒരു കച്ചവടക്കാരനായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായോ ജീവിച്ച് മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയായി ഒരു സാധാരണ ജീവിതം നയിക്കാമായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആമേൻ ആ കുപ്പയിൽ നിന്ന്, ആ ചാരത്തിൽ നിന്ന് ഊതി ആമേൻ പുറത്തു കൊണ്ടുവന്ന്, സ്തോത്രം, ദൈവം ഇന്ന് കനൽക്കട്ടയായി ആമേൻ ഉപയോഗിക്കുവാൻ, ആമേൻ മാറ്റിയെടുക്കുവാൻ തക്കോടെയായി തീർന്നു. സ്തോത്രം. കനലിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ അത് ഊതി ഇരുന്നാൽ അതിങ്ങനെ ജ്വലിച്ച് പ്രകാശിച്ചു കൊണ്ടിരിക്കും. സ്തോത്രം. അതിനോട് ചേർത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിനെ ആമേന് അതേപോലെ കനൽക്കട്ടയാക്കും. ഇന്ന് സുനിപാസ്റ്ററെ ആമേൻ അനേക പ്രിയപ്പെട്ടവരെ ആ നിലയിലേക്ക് ഒരുക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ആ പ്രദേശത്ത് പല പരിമിതികളുണ്ടായിട്ടും പരിമിതി കൂടാതെ അതിൻ്റെ നടുവിൽ ആമേൻ കർത്താവിന് വേണ്ടി കത്തിയെരിഞ്ഞ് ആമേൻ അതേ നിലയിൽ ഇന്ന് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ട്രമൻഡസ് ടെസ്റ്റിമണി ആയിട്ട് ആമേൻ കേട്ട് ഇത് മാറ്റിവെക്കുവാനല്ല, പകരം ഈ തീ നിങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേനെ പകരുന്ന ആമേൻ ഒരു അനുഭവവുമായി ഒരു ട്രാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു കാറാണെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള വഴികളിലൂടെ തിരിച്ച് ഇഷ്ടമുള്ള സമയത്ത് നിർത്താം. പക്ഷേ
ട്രാക്കിലോടുന്ന ട്രെയിന് ഇഷ്ടമുള്ള വഴിയിലൂടെ തിരിച്ചുവിടാൻ പറ്റില്ല എന്ന് നമ്മൾ പ്രാരംഭത്തിൽ കേട്ടു. ഇഷ്ടമുള്ളിടത്ത് പിടിച്ച് നിർത്താൻ പറ്റില്ല, ആമേൻ, ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാൻ പറ്റില്ല. അതിനൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു ട്രാക്കുണ്ട്. അത് ഇഷ്ടമുള്ളതുപോലെ വഴിതിരിച്ചു വിടാനുള്ളതല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ആമേ പെട്ടുപോയി എന്ന് വിചാരിച്ച് ആമേൻ എങ്ങനെ ഊരി പുറത്തു വരുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീ ഒരു യാത്രയിലാണ്. സ്തോത്രം. കർത്താവ് ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിരാശപ്പെടാതെ, ആശങ്കപ്പെടാതെ, നാളെക്കുറിച്ച് ഭാരപ്പെടാതെ, ആ വിളിച്ച കർത്താവിനെ തിരഞ്ഞെടുത്ത ആമേൻ ആ പാതയിലേക്ക് യാത്ര ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം വിശ്വസ്തന. അക്കരെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞവൻ അക്കരെ കൊണ്ടെത്തിക്കും. വഴിയിൽ മുക്കിക്കളയത്തില്ല. ആമേൻ. കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ ആമേൻ ഒരു തുണി ആമേൻ ഊരി പിടിച്ചതിനെ തടയുകയല്ല, പകരം അതിനെ ശാസിച്ച്, അതിനെ അടങ്ങുവാനും, അതിനെ ശാസിച്ച് നിർത്തി ആമേൻ അതിനെ അതിജീവിച്ച് അക്കരെ പോകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരണം. അത് ആവശ്യമാണ്. ആമേൻ. ഇല്ലാത്ത, ഇത് പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരാണ് ആമേൻ നിരാശയോട് ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള അപേക്ഷകളുമായിട്ട് നിൽക്കുന്നത്. ദൈവ പൈതൽ പ്രാപിക്കേണ്ടുന്ന ആത്യന്തികമായ ശക്തിയാണ്. രക്ഷിക്കപ്പെട്ടാൽ പോരാ, സ്നാനപ്പെട്ടാൽ പോരാ, ആത്മീയ കൂട്ടായ്മകൾ സംബന്ധിച്ചാൽ പോരാ. ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആ ഒരു നിറവിൽ നിന്നേ മതിയാവുകയുള്ളൂ. എങ്കിലേ നമുക്ക് അക്കരെ എത്തുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാനും നിങ്ങളെ നിർദ്ദേശിക്കുന്നു, ആരെങ്കിലും ആത്മനിറവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ജീവിതാനുഭവങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയും. ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ദൈവസ്ഥനിൽ അതിനായി തീരുമാനമെടുക്കൂ. അതിനായി നിങ്ങൾ ആഗ്രഹിക്കൂ. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തിൽ നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ അടുത്തു വരാം. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത്, യാത്ര ചെയ്യുന്ന ഇടത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഭവനത്തിൽ, എവിടെയായിരുന്നു കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലായിരുന്നോട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നു കൊള്ളട്ടെ, അവിടേക്ക് കർത്താവ് ആമേൻ ഇറങ്ങി വരികയാണ്. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ദൈവശബ്ദം നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. കെട്ടിയിട്ടിരിക്കുന്ന ഒരു വള്ളത്തിൽ കയറിയിരുന്ന് എത്ര തുഴഞ്ഞാലും അത് മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ പല പ്രിയപ്പെട്ടവരും, പല കുടുംബങ്ങളും, പല പാരമ്പര്യങ്ങളിലും, പല സാഹചര്യങ്ങളിലും ആമേ കെട്ടപ്പെട്ട് കിടക്കുന്നു. ആ കെട്ടഴിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ എന്നുള്ള സത്യം തിരിച്ചറിയൂ. സ്തോത്രം. കർത്താവ് നിങ്ങളുടെ പടകിലൊന്ന് കയറട്ടെ. ആമേൻ. ശിമോന്റെ പടകിൽ കർത്താവ് കയറിയതുപോലെ ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ നമുക്ക് അല്പം ആമേൻ ഒരു അവസരം കൊടുക്കാം. കർത്താവിനൊരു ഇടം കൊടുക്കാം. കർത്താവ് നമ്മിലേക്ക് കയറട്ടെ, നമ്മുടെ ഭവനത്തിലേക്ക് കയറട്ടെ, നമ്മുടെ വിഷയങ്ങളിലേക്ക് കയറട്ടെ. കർത്താവ് നമുക്കൊരു വിടുതലായി ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുന്നത് വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ട് നാം ഒരുമിച്ച് ആയിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തൻ ആമേ പ്രിയ സുനി പാസ്റ്റർ അരോമാറ്റിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പച്ച കർത്താവെ, ഈ മീഡിയയിലൂടെ, കർത്താവെ ആരോമ TV-യിലൂടെ, കർത്താവെ ഇന്ന് രാത്രി കാലം കർത്താവ് അടിയനെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, അവിടുന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച ആ കർത്താവെ വഴികളെ വിസ്തരിച്ച് പറയുവാൻ കർത്താവ് ഇങ്ങനൊരു അവസരത്തെ ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന അപ്പച്ച. അങ്ങ് വാഗ്ദത്തങ്ങൾ വിശ്വസനും വാക്ക് പറഞ്ഞ മാറാത്തവനുമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ തെളിയിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഡാനിയൽ ജോൺ പാസ്റ്റർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ആരോമ TV-യെ ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് ഈ കർത്താവെ മീഡിയയിലൂടെ കർത്താവെ ഈ ദൈവവചനവും സാക്ഷ്യവും അനുഭവങ്ങളും കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ശ്രോതാക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരെങ്കിലും പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ എളിയവനെ കുപ്പയിൽ നിന്നും ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരുടെ ഇരുത്തുന്ന ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ലാത്തത് കൊണ്ട് കർത്താവെ, ആരെങ്കിലും കർത്താവെ അങ്ങയുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, സ്നാനപ്പെടാതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അനുഭവങ്ങളിലേക്ക് വരുവാൻ ഈ സാക്ഷ്യം ഒരു കാരണമായി തീരണം. അപ്പോൾ തന്നെ ഇതിലൂടെ വേദനയോടെ, ഭാരത്തോടെ, സങ്കടത്തോടെ കടന്നു പോകുന്ന ഞങ്ങളെ കേൾക്കുന്ന
കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്നോട് കാണിച്ച കരുണ, എന്നോട് കാണിച്ച ദയ, എന്നോട് കാണിച്ച വിശ്വസ്തത, ഇതിൽ കൂടെ ഈ കർത്താവെ മീഡിയയിലൂടെ കേട്ട ഓരോരുത്തരോടും ഇനി കേൾക്കാൻ പോകുന്നവരോടും സ്വർഗം കർത്താവെ മനസ്സലിഞ്ഞ് ഞങ്ങളോട് കാണിച്ച ദയ അവരോടും കാണിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പ്രവർത്തനങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കും. ഞങ്ങളെക്കാൾ ശക്തമായി കർത്താവിന്റെ വേലയ്ക്കായി ചിലരെ കൂടെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ ഏറെ തിരക്കുണ്ടായിരുന്നിട്ടും സമയം വേർതിരിച്ച് ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിൽ സഹകരിപ്പാൻ കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സുനി ഐക്കാട്ട് പാസ്റ്ററോടുള്ളതായ നന്ദി സ്നേഹോത്തരണത്തിൽ ഞാൻ അറിയിക്കുന്നു. ചിരിച്ചും ചിന്തിപ്പിച്ചും വളരെ ആധികാരികമായി ഗൗരവമുള്ള വിഷയം ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. ശക്തമായി കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ സൗഖ്യവും ആരോഗ്യ അവസരങ്ങളും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം, ഈ ചിന്തകൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ മടിക്കരുത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.